പുതിയൊരു ലോകത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. എവിടേക്കാന്ന് മാത്രം പറഞ്ഞില്ല. വെയിറ്റ്, അതുവരെ ഒരു സസ്പെൻസ്. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ച സ്ഥലത്തേക്കല്ലല്ലോ പോകുന്നത്. അതോർത്ത് നീ വിഷമിക്കണ്ട. കൂടിയ ഒരു 2 ദിവസം നീ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നെ കൊണ്ടുപോകും. എന്താ കൗസല്യ, നീ എങ്ങനെ കരയാതെ? വല്ലതും കഴിക്കും മോളെ, എണീക്കും. അവളങ്ങനെ ചെയ്തല്ലോ. വല്ലതും കഴിക്കും. എത്ര നേരമായി തുടങ്ങിയിട്ട്? അറിയാനുള്ളവരൊക്കെ അറിഞ്ഞു. ഇനിയിപ്പം കരഞ്ഞ ആളെ കൂട്ടണ്ട. അവനുള്ളവർ സ്വന്തം ഇഷ്ടപ്രകാരം പോയി. എന്താ ഓർത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പഴയതൊക്കെ ഒന്ന് മാറ്റിവെച്ചേ പറ്റൂന്ന്. എന്താ ഗായത്രി ഇത്? എല്ലാം ആലോചിച്ചുറപ്പിച്ചിട്ടല്ലേ നമ്മൾ ഇറങ്ങിയത്. പിന്നെന്തിനീ കുട്ടികളെ പോലെ? ചേച്ചിയുടെ കാര്യം തന്നെ മറക്കാനായിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും വീണ്ടും. അവർക്ക് എന്റെ ഈ കാര്യം എങ്ങനെ സഹിക്കാൻ പറ്റും? ഇപ്പൊ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നമുക്കൊരു ചായ കുടിക്കാം, വാ. ചേട്ടാ, ടോയ്ലറ്റ് എവിടെ? ടോയ്ലറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് റൈറ്റ് തിരിച്ചാൽ മതി. ഓ, 2 ചായ ആയിക്കോട്ടെ. നീ ഇവിടെ വെയിറ്റ് ചെയ്തു, ഞാനിപ്പോ വരാം. അവിടെ ഇരുന്നു. വണ്ടി എടുത്ത് പാടെല്ലാരും ചേട്ടാ, 4 ചായ. ഒന്ന് കടുപ്പത്തിലായിക്കോട്ടെ. ചേച്ചിക്കൊരു വടയും എനിക്കൊരു കേക്കും. ലുക്ക് മൈ ബേബി. കഴിച്ചോളൂ. വേണ്ട. കടിച്ചു നോക്കുന്നോ? ഒരു ചായ കുടിച്ചിട്ട് പോയാ പോരെ ചേച്ചി? ഏയ്, ഹലോ, എന്താ കാര്യം? താനാരാ? അല്ലേട്ടാ, ഞങ്ങള് ചായ കുടിക്കാനായിട്ട് ഇവിടെ വന്നിരുന്ന, ഒന്ന് മാറിയിരിക്കൂ. ഓ, താങ്കൾ ഇത് റിസർവേഷൻ ചെയ്തായിരുന്നു? അറിയില്ലായിരുന്നു കേട്ടോ. അവരുടെ പോയി ഇരിക്കടാ. വെറുതെ അലമ്പണ്ടാക്കാണ്ട്. എന്താ ചേട്ടാ ഇത്? വിടൂലടാ. അയ്യോ, 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 അമ്മ. സജി, അയ്യോ, സജി, നമുക്ക് പോവാം. പറഞ്ഞേ.
പിറകെ വന്നാലോ? ഏയ് ഇല്ല, ഇങ്ങോട്ട് വെട്ടിച്ചവർ കണ്ടിട്ടില്ല. കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് കാണാതാവുമ്പോൾ അവർ തിരിച്ചു പോയിക്കോളൂ. വണ്ടി ഇടിച്ചപ്പോ മുമ്പിലുണ്ടായിരുന്ന ആൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാവോ? ആ, ഇത്തിരി വേനിച്ചിട്ടുണ്ടാവും. അതവൻ ആവശ്യമാണ്. എനിക്ക് പേടിയാവുന്നു സജി. നമ്മൾ ഇറങ്ങി തിരിച്ച സമയം തീരെ ശരിയല്ല. ഒളിച്ചോടുമ്പോൾ ഒരു ജോത്സ്യനെ കണ്ട് നല്ല നേരവും കാലമൊക്കെ നോക്കിയിട്ട് പറ്റുമോ? നമുക്കെല്ലാ നേരവും നല്ല നേരം. ഒറ്റ മിനിറ്റ്, ഇപ്പോൾ വരാം. ഗായത്രി, ആ, എന്താ ഏട്ടാ? നിനക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് കേട്ടു, ശരിയാണോ? ആര് പറഞ്ഞു? ആര് എപ്പോ എന്തെന്നൊന്നും ചോദിക്കണ്ട, ശരിയാണോ? നീ എന്തൊന്നും മിണ്ടാത്തെ? മറുപടി പറയൂ. പരിചയമുള്ള ആളെ കാണുന്നതും സംസാരിക്കുന്നതും ഒരു തെറ്റാണോ? പരിധി വിട്ട തെറ്റാണ്. ഞാൻ കേട്ടതും അങ്ങനെയാണ്. ആരാണവൻ? കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. എന്താ പേര്? സജി ജോസഫ്. സജി ജോസഫോ? നിന്റെ പേര് ഗായത്രി. നീ ഒരു ബ്രാഹ്മണ പെണ്ണാണ്, അത് ഓർമ്മ വേണം. മാത്രമല്ല, നിന്റെ കല്യാണക്കാര്യം ഏകദേശം തീരുമാനമായതുമാണ്. എന്തെങ്കിലും തെറ്റായ ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ എല്ലാം ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോണം, കേട്ടോ? എന്തായി? എന്നാലും മോനെ, നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ? എന്നിട്ട് നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. ഞാൻ അത് അവളോട് ചോദിക്കുകയും താക്കീത് ചെയ്തതുമാണ്. പക്ഷേ അവൾ എന്നെ അനുസരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാതിരുന്നത്. മോനെ, ആരാ അവൻ? നമ്മുടെ ജാതിയിൽപ്പെട്ടാണോ? ബ്രാഹ്മണനല്ല, മറ്റൊരു മതത്തിൽപ്പെട്ടവനാ. എന്റെ ദേവിയെ, അയ്യോ, നാട്ടുകാരെ മുഖത്തിന് നമ്മൾ എങ്ങനെ നോക്കും? ഹലോ, പോണ്ടേ? ആ, ഇവിടെ നിർത്തി. ആ, നമസ്കാരം. ഇരിക്കൂ. മാഷേ, ഇപ്പൊ സ്വന്തം മക്കൾ തന്നെ അച്ഛനെ അമ്മേനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലാ. മാനക്കേടുണ്ടാക്കി, സങ്കടങ്ങൾ ഉണ്ടാക്കി, ഓരോന്നോരോ വഴിക്ക് പോവാ. പഴയ കാലമൊക്കെ മാറിപ്പോയില്ലേ മൂർത്തി സാറേ? ഇപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ സർവ്വസാധാരണമാ. കഴിഞ്ഞ ആഴ്ചയിലെ നമ്മൾ അടുത്ത വാർഡിലെ ഒരു പെണ്ണ് കല്യാണ ദിവസം കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയത്. അത്രയും കാലം വളർത്തി വലുതാക്കിയ അപ്പനെയും അമ്മയെയും അവരുടെ സങ്കടങ്ങളെയും എന്തായി കുട്ടികൾ മനസ്സിലാക്കാത്ത? പ്രായത്തിന്റെ കുഴപ്പമെന്ന് വിചാരിച്ചാൽ മതി. ആ അവസരത്തില് അവരവരുടെ കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ. മനസ്സ് പാകമായി കഴിഞ്ഞാലല്ലേ നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റൂ. നമുക്ക് പോലീസിലൊന്ന് പരാതി കൊടുത്താലോ? വേണ്ട മാഷേ, ഇപ്പൊ ഈ വിഷയത്തിൽ പോലീസിനെ ഇടപെടുത്തേണ്ട ആവശ്യമില്ല. അതെന്താ ഉണ്ണി? അവളെ ആരും വീട്ടിൽ കയറി വന്ന് ബലമായിട്ട് പിടിച്ചോണ്ട് പോയതൊന്നുമല്ലല്ലോ. അവള് സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിപ്പോയതല്ലേ. ബലമായിട്ടല്ലെങ്കിലും പെൺകുട്ടികൾ അതും ഇതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് മോഹിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടു പോകുന്നത് ശരിയായ രീതിയാണോ? മാഷേ, അവൾ എഴുതി വെച്ച ഒരു കത്ത് കുറച്ചു മുമ്പ് എന്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്, അവളുടെ മേശയ്ക്കുള്ളിൽ നിന്ന്. സാവിത്രി, നീ ആ കത്തിങ്ങെടുത്തേ. ആ, നീ തന്നെ അതങ്ങ് വായിക്ക്, എല്ലാരും കേക്കട്ടെ. ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ പോകുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ഈ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്നറിയാം. പ്രത്യേകിച്ചും ആൾ മറ്റൊരു മതസ്ഥനാണ് എന്നതുകൊണ്ട്.
എന്നോട് ക്ഷമിക്കണം. ഉണ്ണി പറഞ്ഞത് ശരിയാ. പോലീസിൽ പരാതിപ്പെടുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. തെറ്റ് മനസ്സിലാക്കി അധികം താമസിയാതെ അവൾ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവളെ കൊണ്ട് തെറ്റി ചെയ്യിച്ചൊരുത്തനുണ്ടല്ലോ മാഷേ, അവൻ എന്ത് ചെയ്യണം? ബാലു, നിങ്ങൾ അതിലോട്ടൊന്നും ചെയ്യാം. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാനും നിയന്ത്രിക്കാനുള്ള ബാധ്യത നമുക്ക് കൂടിയുണ്ട്. അത് മറക്കരുത്. പൂജാ സമയത്ത് കണ്ടില്ലല്ലോ നിങ്ങളെ. അപ്പൊ വിഷ്ണു നമ്പൂതിരി കാര്യം അറിഞ്ഞില്ലേ? എന്ത്? ഗായത്രിയുടെ വീട്ടിൽ ചെന്ന കാര്യം അറിയാട്ടോ. എന്താ ഇപ്പൊ എത്ര വലിയ കാര്യം? ആർക്കെങ്കിലും സുഖമില്ലാണ്ടായോ? വിഷ്ണു നമ്പൂതിരിക്ക് അറിയില്ലേ ആ സജി ജോസഫിനെ? അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നല്ലോ. അവന്റെ കൂടെയാ കേട്ടത്. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണ നിശ്ചയത്തിന് പങ്കുകൊള്ളാൻ കാത്തിരുന്നതാ ഞങ്ങള്, അല്ലേടി? വനമലരിൻ സുഗന്ധമേ, മൗനമെന്ന ഗീതകമേ, സ്വരവാഹിനി രതിമോഹിനി പാടിയാടിവാ. അനുരാഗമേ അഭിലാഷമേ, അനുരാഗമേ അഭിലാഷമേ, മധുരമുള്ള നൊമ്പരമേ, മഴനിലാവിൻ ചുംബനമേ. തപസ്സു ചെയ്തു ഒടുവിലെന്റെ മുന്നിൽ ഓമലാൾ നീ വന്നു. കാവുകളിൽ പ്രണയത്തിൻ വികാരഗന്ധം. അനുരാഗമേ അഭിലാഷമേ, അനുരാഗമേ അഭിലാഷമേ, മധുരമുള്ള നൊമ്പരമേ, മഴനിലാവിൻ ചുംബനമേ. നിശാഗന്ധി പൂവുകൾ തൻ നീലമൗനദലങ്ങളിൽ കാമുകിതൻ നീൾമിഴികൾ വരച്ചു വെച്ചു. നിശാഗന്ധി പൂവുകൾ തൻ നീലമൗനദലങ്ങളിൽ കാമുകിതൻ നീൾമിഴികൾ വരച്ചു വെച്ചു. അധരപുടം നീട്ടി കളമൊഴി നീ വന്നു. കോടി ജന്മ വിശുദ്ധിതൻ കാവടിയാട്ടം. അനുരാഗമേ അഭിലാഷമേ, അനുരാഗമേ അഭിലാഷമേ, മധുരമുള്ള നൊമ്പരമേ, മഴനിലാവിൻ ചുംബനമേ. നിക്ക് നിക്ക്, തിരക്ക് കൂട്ടാതെ മോളെ. സമയാവുന്നതല്ലേ ഉള്ളൂ. അമ്മ മുടിയൊന്ന് കെട്ടട്ടെ. വിഷ്ണു മോള് സ്കൂളിലേക്കാണോ? വിഷ്ണു ഇരിക്കെ. എന്നാ നടക്ക്.
തള്ളല്ലേ. എല്ലാം അറിഞ്ഞു അല്ലേ? ഉവ്വ്. കൗസല്യേ, ഇതാ വിഷ്ണു വന്നിരിക്കുന്നു. മോൻ ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. മറ്റെന്ത് പറയാനാ മോനെ, ഞങ്ങളെ നിശ്ചയത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തതാ. ആരും ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അവൾക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. സാരമില്ല, അവളുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. അവൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നമുക്കിനി കഴിയൂ. വീട്ടുകാരോട് ഇനി എന്താ പറയാ? ശരിയാ, ഒരു യാത്ര അവരും ആഗ്രഹിച്ചു പോയില്ലേ. ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരോട് യാത്ര മാറ്റിവെക്കാനല്ല, യാത്രയെ വേണ്ട എന്നല്ലേ ഇനി പറയേണ്ടത്. എന്റെ വീട്ടുകാരോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊള്ളാം. ഇക്കാര്യത്തിൽ ഗായത്രിയുടെ അച്ഛനും അമ്മയും വിഷമിക്കണ്ട. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. പാവം. സോ ദിസ് ഇസ് ആ ഫസ്റ്റ് നൈറ്റ്. നാം ഒരുമിച്ചുള്ള ആദ്യ രാത്രി. സജി, വി ആർ സ്റ്റിൽ ഫ്രണ്ട്സ്, നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. വിവാഹിതർക്കുള്ളതാണ് ആദ്യ രാത്രി. വിവാഹം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ചടങ്ങ് മാത്രമല്ലേ? അതെ, ജീവിതത്തിലും ആ ചടങ്ങിനൊരു പ്രാധാന്യമില്ലേ? ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് സജിയുടെ വീട്ടിലേക്കാന്നുള്ള വിശ്വാസത്തിലാ. പക്ഷെ തൽക്കാലം ഈ സാഹചര്യത്തില് 2-3 ദിവസം നമ്മൾ മാറി നിൽക്കുന്നു. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ എന്തിനു നീ ധൃതിപ്പെടണം? സജിയുടെ ആഗ്രഹം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ എല്ലാം ആഫ്റ്റർ മാരേജ്. ഓക്കെ ഓക്കെ, സമ്മതിച്ചു. ഗായത്രി കിടന്നു, ഞാൻ അപ്പുറത്തുണ്ടാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഏയ് ഗായത്രി, എന്താ എന്തുപറ്റി? ഏയ് കൂൾ കൂൾ. എന്തു പറ്റി മോക്ക്? എന്തു പറ്റി? സ്വപ്നമെല്ലാം ഉണ്ട്. കിടന്നു. കോമളം, കോമളം എവിടെ പോയിരിക്കണോ? എന്താ അമ്മേ? ആ, കോമളത്തിനെ കാണാനില്ല. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ആരും ഓർമ്മിപ്പിക്കാതെ ഒറ്റയ്ക്ക് ചെയ്തൂടെ? കഷ്ടം. അവൾ അടുത്ത വീട്ടിൽ പോയതല്ലേ? ഇത്രയും പ്രായമായിട്ട് ഒരു ഉത്തരവാദിത്ത ബോധമില്ലേ? പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. എപ്പ നോക്കിയാലും കോമളം കോമളം. വന്നു അമ്മേ. ചേച്ചി പെട്ടെന്ന് കേട്ടത്, എനിക്ക് തീരെ സമയമില്ല. കാര്യാക്കണ്ട, അമ്മ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. അച്ഛനെ വിളിക്കുന്നുണ്ട്. മോളെ കോമളം, തേച്ചു വെച്ച അച്ഛന്റെ ഷർട്ട് എവിടെ? എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഞാൻ ഇറങ്ങിയിട്ട് മതി നിങ്ങളുടെ പുറപ്പാടൊക്കെ. അച്ഛൻ ആദ്യം കണ്ണട എടുത്തിട്ട് ആ ഹാങ്ങറിന്റെ മുകളിലുണ്ട് ഷർട്ട്. അച്ഛൻ ഇങ്ങോട്ടേ രാവിലെ തന്നെ. ആ, ട്രഷറിയിലൊന്ന് പോയി വരട്ടെ, പെൻഷൻ വാങ്ങണം. ഓക്കെ. ഗായത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ?
നിനക്ക് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനൊരു സാഹചര്യം വന്നാ വളരെയധികം ശ്രദ്ധിക്കണം നീ. നമ്മൾ സ്ത്രീകളാണ്. പുരുഷന്റെ ഉള്ളറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അവർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്ത്രീ ശരീരത്തെയാണ്. സ്ത്രീ ഹൃദയത്തെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്തുക പ്രയാസമാണ്. നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നമ്മുടെ ജീവിതം തന്നെയാ. പുരുഷന്റെ ഭംഗിവാക്കുകൾ കേട്ട് അവന്റെ സ്നേഹപ്രകടനങ്ങളിൽ വീണു പോകും മുമ്പ് ഒരുപാട് ചിന്തിക്കണം. കീഴ്പ്പെടുത്തുക, സ്വന്തമാക്കുക. ഇഷ്ടമില്ലാന്ന് തോന്നുമ്പോ നിഷ്പ്രയാസം തള്ളി മാറ്റുക. അതാണ് അവന്റെ സ്വഭാവം. ചേച്ചി എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എന്താ പറ്റിയേ? ചേച്ചി ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? മയക്കുമരുന്ന് സംഘത്തിലെ ഒരാൾ അപകടത്തിൽ മരിച്ചു. അപകട മരണമോ കൊലപാതകമോ? അപകടം വരുത്തിവെച്ചയാൾ കാറിൽ രക്ഷപ്പെട്ടു. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നു. സജി, നമ്മൾ എന്താ ചെയ്യാ? അവർ നമ്മുടെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ടല്ല ഞാൻ കാറ് മാറ്റി ബൈക്ക് എടുത്ത് വെച്ചത്. മരിച്ചവനെ അവർ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പക്ഷേ അപകടം നടന്ന സ്ഥലത്തെക്കുറിച്ചും അവിടുന്ന് രക്ഷപ്പെട്ട നമ്മളെക്കുറിച്ചും അവർ ആശുപത്രി പറഞ്ഞിട്ടുണ്ടാവും. ആശുപത്രിയിലെത്തിയ പോലീസ് CCTVയിൽ നിന്നാണ് അവരെ മയക്കുമരുന്ന് സംഘത്തിലെ ടീമാണെന്ന് മനസ്സിലാക്കിയത്. പോലീസ് അവിടെ ചെന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വല്ലാത്തൊരു ട്രാപ്പിലെ പെട്ടിട്ടുള്ളത് ഗായത്രി. ആ ഗ്യാങ് നമ്മളെ അന്വേഷിക്കും, മറുവശത്ത് പോലീസും. നമുക്ക് തൽക്കാലം രക്ഷയായിട്ടുള്ളത് അപ്പോഴത്തെ ആ ബഹളത്തില് ആ പൊട്ടന്മാർ നമ്മുടെ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും കുറച്ച് പൈസ കയ്യിൽ കരുതേണ്ടി വരും. അവന്മാരുടെ കയ്യിൽപ്പെട്ട കുറച്ച് പൈസ ചിലവാകും. പോലീസിൻ്റെ കയ്യിൽപ്പെട്ടാലും സെയിം അവസ്ഥ തന്നെ. എല്ലാവർക്കും വേണ്ടത് പൈസ തന്നെ. എനിക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്കും പോകാൻ പറ്റില്ല. എന്ത് ചെയ്യും? ഞാൻ കരുതി വെച്ച കുറച്ച് ആഭരണങ്ങളുണ്ടല്ലോ, അത് എടുത്ത് പണയം വെച്ചാലോ? അതെ, അതാ നല്ലത്. ഒരുത്തനെ കൊന്നിട്ട് ഒരു ഉളുപ്പുമില്ലാണ്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് 3 എണ്ണം. ബോസ് പറയുന്ന കേട്ടാ തോന്നും ഓനെ കൊന്ന് ഞങ്ങളാണ്. എടോ, അങ്ങനെയാണ് നിങ്ങളെ ഓനെ ആസ്പത്രി കൊണ്ടേ തള്ളിയത്? അതിനവൻ ചാവണ്ട ബോസേ. അവൻ കണ്ണു തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. എടോ, ചത്തോ കണ്ണു തുറന്നിട്ടൂലേ? ബോസ് അങ്ങനെ കണ്ണിച്ചോരത്തെ വർത്താനം പറയല്ലേ. മരിക്കാൻ പോകാന്നൊരു വാക്കവും പറഞ്ഞിട്ടില്ല. എടോ, മരിക്കാൻ പോകുന്ന ആദ്യം നിങ്ങളോട് പെർമിഷൻ മേടിച്ചില്ല. അത് പിന്നെ രക്ഷപ്പെട്ടോട് കരുതി കൊണ്ടുപോയതാണ്. ചത്തോലോ പോയി. അവിടുന്ന് രക്ഷപ്പെട്ട ഒരുത്തനും ഒരുത്തിയുണ്ടല്ലോ, അവരെവിടെ? അത് പ്രശ്നമാക്കണ്ട ബോസേ. അവളെ എവിടെ കണ്ടാലും ഞാൻ തിരിച്ചറിയും. അപ്പൊ അവനെ കണ്ടാലും അറിയില്ലേ? എടോ, ആസ്പത്രിയിലെ CCTVയിൽ എല്ലാരും പെട്ടിട്ടുണ്ടാവും. പോലീസിന് എല്ലാരും മനസ്സിലായിട്ടും ഉണ്ടാവും. നിങ്ങളൊക്കെ വിശ്വസിച്ച് ഇതിന് പറഞ്ഞയച്ച എന്നെ ചവിട്ടാൻ ആളില്ലാഞ്ഞിട്ടാ. അമ്മേ, അമ്മേ, എന്താ? ഒന്നിങ്ങ് വന്നേ. പെട്ടെന്ന് വാ. ഇത് ചേച്ചി ഛർദിക്കുന്നു. വായു കയറിയതായിരിക്കും. രാവിലെ നീ കഴിക്കാൻ പറ, അത് ചെയ്യൂല. പറഞ്ഞല്ലടി നിന്റെ അടുത്ത്. എന്താ നീ ഇങ്ങനെ ഛർദിക്കുന്നേ? എന്താന്ന്? തലകറങ്ങുന്നു. തലകറക്കോ? അയ്യോ, ഡേയ് ഒന്ന് വന്നേ. എന്താ എനിക്കറിയില്ല. മോളെ, എന്താ നിനക്ക്? ഒന്നും കഴിച്ചില്ല. കഴിക്കാൻ പറയുമ്പോ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങളൊന്ന് വണ്ടി വല്ലതും കിട്ടുമോ നോക്കേ. ഞാൻ നോക്കി വരാം. ഒന്ന് വേഗം. ഡോക്ടർ. യെസ്, ഇരിക്കൂ. പറഞ്ഞോളൂ. ഇന്നലെ മകളും ഭാര്യയും കൂടി വന്നിരുന്നു. മകളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി വന്നു. കോമളത്തിന്റെ അച്ഛൻ. ഓക്കെ. പേടിക്കാനൊന്നുമില്ല. റിസൾട്ട് വന്നിട്ടുണ്ട്. യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താ ഡോക്ടർ? കുട്ടിയുടെ ഹസ്ബൻഡ് നാട്ടിലില്ലേ? ഇല്ല, മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഐ ആം സോറി. മകൾ പ്രഗ്നന്റ് ആണ്. 4 മാസമായി. എന്തു ചെയ്യാൻ പറ്റും ഡോക്ടർ?
ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അബോർഷൻ ചെയ്യാൻ പ്രശ്നമാ. എന്തായി? റിസൾട്ട് കിട്ടിയോ? റിസൾട്ട് കിട്ടി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? കാണിച്ചു. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു? അവക്ക് വല്ല അസുഖമുണ്ടോ? അസുഖമൊന്നുമില്ല. വിശേഷമാ. വിശേഷോ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഒന്ന് തുറന്ന് പറയൂ. മോള് നമ്മളെ ചതിച്ചടി. എന്ത്? അവള് ഗർഭിണിയാ. എന്റെ ദേവി! ചോദിക്കട്ടെ. മോനിപ്പോ ഒന്നും ചോദിക്കണ്ട. അച്ഛനൊന്ന് മാറി. ഞാൻ ചോദിക്കട്ടെ. വേണ്ട, ഞാൻ ചോദിച്ചോളാം. അച്ഛനൊന്ന് മാറി. പറയടി, ആരടി ഇതിന്? നിന്നോടാ ചോദിച്ചത്. നിനക്കൊന്ന് പറഞ്ഞാൽ നിനക്ക് പറഞ്ഞൂടെ? ആരടി? സത്യം പറയാൻ. ശബ്ദം കുറയ്ക്കുന്ന നാട്ടുകാരെ പറയടി. എന്താണ് നിനക്ക് പറഞ്ഞാല്? പറയടി. അന്ന് എത്ര തന്നെ നിർബന്ധിച്ചിട്ടും ചേച്ചി ബന്ധപ്പെട്ടിരുന്ന ആളെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിരുന്നില്ല. ചേച്ചിക്ക് എന്നോടെങ്കിലും സത്യം പറഞ്ഞൂടെ? അച്ഛന്റെ അമ്മയുടെ സങ്കടത്തെക്കുറിച്ച് ചേച്ചി എന്താ ആലോചിക്കാത്തെ? എനിക്ക് തെറ്റുപറ്റി. ഏതോ ഒരു നിമിഷത്തിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അതെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതല്ലേ ആലോചിക്കേണ്ടത്. ആരാന്ന് പറഞ്ഞ അതിനൊരു പരിഹാരം ഉണ്ടാക്കാലോ. അതിനുള്ള സമയം കഴിഞ്ഞു. അതെന്താ അങ്ങനെ? ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ആള് ഇപ്പൊ നാട്ടിലില്ല. എവിടെയായിരുന്നാലും നമുക്ക് കണ്ടുപിടിക്കാലോ. അയാളിപ്പോ ഗൾഫിൽ എവിടെയോ ആണ്. അയാള് മറ്റൊരു വിവാഹത്തിനുള്ള ശ്രമത്തിലുമാണ്. ചേച്ചി ഈ ഒരു സ്ഥിതിയിലാക്കിയിട്ട് അയാൾ മറ്റൊരു വിവാഹത്തിന് ശ്രമിക്കുന്നത് നമ്മൾ തടയേണ്ടതല്ലേ? സ്നേഹവും വിശ്വാസവും ബലമായി പിടിച്ചു വാങ്ങാൻ കഴിയില്ല. ഞാൻ സ്നേഹിച്ചു, വിശ്വസിച്ചു. മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എല്ലാം എന്റെ തെറ്റ്, എന്റെ മാത്രം തെറ്റ്. മോളെ, ഇത് നിനക്കൊരു പാഠമാകട്ടെ. ഒരു തട്ടിപ്പുകാരനെ കുറിച്ച് പുറത്തു പറയാതെ അയാളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്താ നിന്റെ ചേച്ചിക്ക്? പ്രണയം, ഗാഠമായ പ്രണയം. സ്നേഹിച്ച പുരുഷൻ എന്നും സുഖമായിട്ടിരിക്കട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട്. അത്രമാത്രം പാവമായിരുന്നു എന്റെ ചേച്ചി. പിന്നീടെന്താ സംഭവിച്ചേ? ചേച്ചി, ചേച്ചി എണീറ്റേ. സമയം എത്രയെന്ന് വെച്ചിട്ടാ? ഇത് എന്തൊരു ഉറക്കം ഇത്? എണീറ്റേ ചേച്ചി. ചേച്ചി, അമ്മേ ഒന്ന് ഓടി വന്നേ. നോക്കി ചേച്ചി, ചേച്ചിനെ നോക്ക്. ഓടി വാ. എന്താ? അയ്യോ, എന്താ പറ്റി? മോളെ, 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 എഴുന്നേൽക്ക്. ഒന്ന് ഓടി വന്നേ. ഉണ്ണി, ഒന്ന് വന്നേ. എന്താ? മോളെ, മോളെ, കോമള, ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ? എന്താ മോളെ? അയ്യോ, മോളെ, അയ്യോ. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ആ ഓർമ്മകളൊക്കെ നമുക്കിനി അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നമുക്ക് ചിന്തിക്കാൻ ഇനി പുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വീട്ടിൽ അമ്മയുടെ അസുഖം മാറിയിട്ടില്ലെന്നല്ലേ സജി പറഞ്ഞത്? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്താലോ? അല്ലാതെ പിന്നെ അന്യരെ പോലെ എത്ര നാളെ ഇങ്ങനെ കഴിയാ? മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല അല്ലേ? അന്നത്തെ അപകട മരണം അതൊരു കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നമ്മളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊല്ലപ്പെട്ടവന്റെ ഗ്യാങ് നമ്മളെ അന്വേഷിക്കുന്നുണ്ട്. നമുക്കൊരു വില്ലനുണ്ടല്ലോ, നിന്റെ ചേട്ടൻ. അയാൾ അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് കഴുകന്മാരാണ് നമുക്ക് ചുറ്റും.
നിനക്കൊരു ഒറ്റ ചിന്തയുള്ളൂ, കല്യാണം കല്യാണം. ഗായത്രി പ്ലീസ്, നീ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക്. ഗായത്രി, ഗായത്രി, ഐ ലവ് യു, ബിലീവ് മീ, ഐ ലവ് യു എന്ന് പറഞ്ഞില്ലടി ഗുണ്ടൂസേ. ഇന്നലെ ഞാനൊരു കാര്യം ഒപ്പിച്ചു. ഇത്തിരി ദൂരെയുള്ളൊരു പബ്ലിക് ബൂത്തിൽ നിന്ന് പോലീസിനെ ഒന്ന് വിളിച്ചു. അന്നത്തെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തെ ദൃക്സാക്ഷിയാണെന്നും പറഞ്ഞു. ഞാൻ ഏതോ ഒരു കാറിന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഏത് നമ്പർ? ഏതോ മനസ്സിൽ തോന്നിയ ഒരു നമ്പർ. അപ്പൊ ആ നമ്പറുള്ള വണ്ടി പോലീസ് പിടിക്കില്ലേ? പിടിക്കട്ടെ, അതിന് നമുക്കിപ്പോ എന്താ. അങ്ങനെയെങ്കിലും പോലീസിന്റെ ശ്രദ്ധ നമുക്ക് വേറൊരു വഴിക്ക് തിരിച്ചുവിടാലോ. അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയിക്കോളും. ബുദ്ധിയുണ്ട്. പക്ഷേ കണ്ടാത്തൊന്നുമില്ല അല്ലേ? അയ്യോ എന്റെ മോളെ, എന്റെ മോക്ക് എന്ത് പറ്റി? ദൈവമേ, ഇവളെന്തായി കാണിച്ചത്? അയ്യോ. ആൾക്കാരെല്ലാം പോയി നേരത്തെ നിങ്ങൾ എന്തൊക്കെ ഇവിടെ? കുട്ടി ശ്രദ്ധിക്കണ്ടേ? ഞാൻ അങ്ങോട്ടൊന്ന് മാറിയപ്പോ മോള് താഴേക്ക് ഇറങ്ങിയത്. സാരല്ലേ മോളെ, നീ എന്ത് വികൃതിയായി കാണിച്ചത്? ചേട്ടാ, എന്താ സംഭവിച്ചത്? എന്താ ദേവു, നീ ആകെ നനഞ്ഞല്ലോ. പെൺകുട്ടിയാണ് വെള്ളത്തിൽ. ഹലോ മേഡം, ഗംഭീരായിരുന്നു. കൺഗ്രാറ്റുലേഷൻ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആരാ നിങ്ങൾ? കടന്നു പോണോ? എടാ നീ ഓക്കെ അല്ലേ? ഏയ്, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഹലോ, ഒരുപാട് നന്ദിയുണ്ട്. താങ്കൾ ഇപ്പോൾ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ. ഞാൻ മേജർ ശ്രീകാന്ത്. ഞാൻ സജി ജോസഫ്. ആർമിയിലായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ചെയ്തു. हमारे जमीन पर और मेरा जाति पर पैर रखने वाले कुत्ते, सुअर की बच्चे, इस जमीन से तुम्हारे साम मिटा दो का भारतवास। कुत्ते, अरे साले फौजी, ये कुत्ते, ये कालो कोड़ी तुम, हमें आजादी चाहिए। मैं आजादी दूंगा हरामजादे। ये भारत देश का है मिट्टी। ये कुत्ते कौन है? खोरी खा रहे। अरे साले कुत्ते सब मर गया। ये कुत्ते, साला। She, she, I'm here. Here. She, साला, साले, साला, चल, 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 मार के साला. Very good, very good. Come, come, come. Okay, come. It's okay. Come. It's okay. Keep it up, keep it up. ഒരുപക്ഷെ കേണൽ രവി സാർ അപ്പോൾ എത്തിയത് കൊണ്ടാവണം എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത്.
ബാരക്കിൽ നിന്നും പുറത്തിറങ്ങിയ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് തീവ്രവാദികളുടെ മുന്നിൽ പെട്ടുപോയത്. 3 പേരെ വധിക്കാൻ കഴിഞ്ഞു. വേറെ ആരുടെയും കൈകൊണ്ടല്ല, എൻ്റെ ഈ കൈകൊണ്ട്. പിന്നെ മാസങ്ങളോളം ആശുപത്രിയിലായിരുന്നു. ശേഷം സർവീസ് മതിയാക്കി നാട്ടിലേക്ക് പോന്നു. കാല് നഷ്ടപ്പെടുമെന്നാ കരുതിയത്. പക്ഷെ ദൈവം അവിടെ എന്നെ കൈവിട്ടില്ല. ചെറിയൊരു ബലക്കുറവ്, അത്രയേ ഉള്ളൂ. പക്ഷെ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഇന്ന് ഞാൻ അവിടെ 2 സാധാ ഗുണ്ടകളുടെ മുമ്പിൽ നാണം കെട്ട് നിന്നത് താൻ കണ്ടതല്ലേ? ഒക്കെ എന്റെ വിധിയാ. രാജ്യസ്നേഹത്തിനിടയ്ക്ക് താങ്കൾ വിവാഹം കഴിക്കാൻ മറന്നുപോയല്ലേ? അത് അങ്ങനെ തന്നെ പറയാം. പിന്നെ സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതുമില്ല. അങ്ങനെയുണ്ടല്ലോ. താൻ ഇങ്ങോട്ടിരിക്കേ. ചായ കുടി. ചായ. താങ്ക്സ്. മിസ് ദേവയാനി ഒരു ഡെഡിക്കേറ്റഡ് നേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബോംബെ ഹോസ്പിറ്റൽ വാസത്തിനിടയിൽ പരിചയപ്പെട്ടതാണ് ദേവയാനിയെ. ആൻ ഇന്നസെന്റ് ഗേൾ ഫ്രം എ പുവർ ഫാമിലി. അപ്പോൾ ഇവിടെ താങ്കളോടൊപ്പം എൻ്റെ അടുത്തൊരു സ്നേഹിതനുണ്ട്. അവൻ്റെ ഒരു ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്താണ്. ആയുർവേദമാ. എനിക്ക് 3 മാസത്തെ ട്രീറ്റ്മെന്റ് അവിടെ സജസ്റ്റ് ചെയ്തു. പരിപൂർണമായ ആരോഗ്യം വീണ്ടെടുത്ത് തരാമെന്ന അയാളുടെ വാഗ്ദാനം. പിന്നെ അടുത്ത ബന്ധുക്കളാരും തൽക്കാലം കൂടെ ഇല്ലാത്തത് കൊണ്ട് ആ ചുമതല ഞാൻ ദേവയാനിയെ ഏൽപ്പിച്ചു. വടക്കെടുത്ത് തന്നെ ഞാൻ ദേവയാനിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇത് വീടും ഇത് ബംഗ്ലാവാണ് സർ. ഞാൻ മിക്കവാറും ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കെയർ ടേക്കർ എന്നോ ഹോം നേഴ്സ് എന്നോ ഒക്കെ വിളിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഗായത്രിയുമായുള്ള സജി ജോസഫിന്റെ വിവാഹം ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒളിച്ചോടി പോകുന്നതാണ്. പ്രണയത്തിന് കണ്ണില്ലാന്നാണല്ലോ ചൊല്ല്. എല്ലാം ഒന്ന് കലങ്ങി തെളിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഓ, ഒളിവ് ജീവിതമല്ലേ? സജി എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. എവിടെയും സഡനായി റിയാക്ട് ചെയ്യാൻ കെൽപ്പുള്ള നിങ്ങളെപ്പോലുള്ളവരെയാണ് ഈ നാടിന് ആവശ്യം. അല്ലേ ദേവു? ഞാനിവളെ ദേവു എന്ന് വിളിക്കും. ജാതിയും മതവും ഇന്നത്തെ ഈ പുരോഗമന കാലഘട്ടത്തിൽ അത്ര വലിയ വികാരമായി കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. മതചിന്തകളും ആചാരങ്ങളും മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഒന്ന് ചോദിച്ചോട്ടെ, ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും അങ്ങനെ പാടില്ല എന്ന് ശഠിക്കുന്നതും യുക്തിപരമാണോ? മാഷേ, ഈ പുരോഗമനവാദികൾ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ, അവർ സ്വന്തം വീട്ടിലും കുടുംബത്തിലും ഈ പുരോഗമന ആശയങ്ങളൊക്കെ പ്രാവർത്തിയാക്കാറുണ്ടോ? എന്താ ഇല്ലേ? ഇല്ല. ഏത് പുരോഗമനവാദിയാണ് സാറേ സ്വന്തം മക്കളുടെ വിവാഹം ജാതകം നോക്കാതെ നടത്തിയിട്ടുള്ളത്? എല്ലാ സർക്കാർ ഇടപാടിലും ജാതിയും ഉപജാതിയും മതവും ഒക്കെ ചോദിക്കുന്നുണ്ട്. ജാതിയും മതവും ഇപ്പോഴും ഉണ്ട് സാർ. അനാചാരങ്ങൾ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് അത് ന്യായീകരിക്കപ്പെടുന്നത് ശരിയാണോ? വ്യക്തികളുടെ ചിന്താധാരയിൽ മാറ്റം വരണം. ഉപദേശിക്കാനൊക്കെ എളുപ്പാ, പക്ഷെ സ്വന്തം ജീവിതത്തില് ഇങ്ങനെ ഒരു സാഹചര്യം വരുന്ന സമയത്തെ ഉപദേശത്തിന്റെ പൊള്ളത്തരം മനസ്സിലാവൂ. കുമ്പളവള്ളിയിലൂഞ്ഞാൽ കെട്ടി പെൺപിള നിന്നു കുണുങ്ങണ കണ്ടോ? ചന്ദനലതയിലൊരാണോട് ചാരി പെൺകിളി പാട്ടു ചിലക്കണ കേട്ടോ? നിലാവും നീലനിഴലുകളും കിനാവും രാഗമലരുകളും ചക്കിനു വെച്ചത് കൊക്കിനു കൊള്ളണ നീലനിഴലാട്ടം. കുമ്പളവള്ളിയിലൂഞ്ഞാൽ കെട്ടി ചന്ദനലതയിലൊരാണുട ചാരി നോക്കി നിൽക്കാതൊരുങ്ങി വാ നീ കാവേരിക്കതിരേ. നോക്കി നിൽക്കാതൊരുങ്ങി വാ നീ കാവേരിക്കതിരേ.
അസാരം കൊഞ്ചു കറിയും മധുര കള്ളും വന്നു വിളിക്കുമ്പം വികാരം ചന്ദ്രലേഖൈ നിന്റെ കണ്ണിൽ വന്നു തിരക്കുമ്പം കല്യാണ പെണ്ണേ കല്യാണ പെണ്ണേ നിന്റെ നീലമിഴികളിൽ എന്താണ് അക്കര നിക്കണ ചക്കരമാവിലൊരാടി മുകിലാട്ടം കുമ്പളവള്ളിയിലൂഞ്ഞാൽ കെട്ടി പെൺപിള നിന്നു കൊളുങ്ങണ കണ്ടു ചന്ദനലതയിലൊരാണുടൽ ചാരി പെൺകിളി പാട്ടു ചിലക്കണ കേട്ടു നോക്കി നിൽക്കാതൊരുങ്ങി വാ നീ കാവേരിക്കതിരേ നോക്കി നിൽക്കാതൊരുങ്ങി വാ നീ കാവേരിക്കതിരേ പ്രഭാതം മന്ത്രകോടിയിൽ അടിമുടി മൂടി കിഴക്കുതിക്കുമ്പം കിനാവിൻ സ്വർണ്ണ വിരലാൽ കാമുക ഹൃദയം താളമുണർത്തുമ്പം കല്ലായിക്കാരി ഹേ കല്ലായിക്കാരി നീ വാടി നിൽക്കണതെന്താണ് താരവരും കളി സ്വപ്നം കാണുകയോ കൊത്തിക്കുത്താനവരും കിളി സ്വപ്നം കാണുകയോ കുന്തളവള്ളിയിലൂഞ്ഞാൽ കെട്ടി പെൺകിള നിന്ന് കുണങ്ങണ കണ്ടു ചന്ദനലതയിലൊരാളുടെ ചാരി പെൺകിളി പാട്ടു ചിലക്കണ കേട്ടു നോക്കി നിൽക്കാതൊരുങ്ങി വാങ്ങി കാവേരിക്കതിരേ നോക്കി നിൽക്കാതൊരുങ്ങി വാങ്ങി കാവേരിക്കതിരേ അല്ല കുറച്ചു നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ മുഖത്ത് കടന്നിൽ കുത്തിയോ നിന്റെ? കടന്നലല്ല, ചിലപ്പോ ആന കുത്തിയ പോലെ തോന്നും. ആന കുത്ത മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ആ പാട്ടിൽ പങ്കെടുത്ത പെൺകുട്ടികളൊക്കെ സജിയുടെ ആരാ? എന്റെ ആരുമല്ല. എന്തേ? എന്തൊരു അഴിഞ്ഞാട്ടായിരുന്നു. കേറി പിടിക്കാനും പുണരാനും ഒക്കെ എന്തൊരു ഉത്സാഹമായിരുന്നു. അതൊക്കെ ഒരു കലാപ്രകടനത്തിന്റെ ഭാഗമല്ലേ എന്റെ ഗായത്രി കുട്ടി. എന്നാലേ എനിക്ക് അത്തരം പ്രകടനങ്ങളൊന്നും ഇഷ്ടമല്ല. എന്റെ ഗായത്രി കുട്ടി, നിന്റെ ഒരു കാര്യം നിങ്ങൾ നോക്കേ. അവർ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും സ്ത്രീ ശരീരത്തെയാണ്. ഓ ഗോഡ്, എന്ത് ക്രൂരതയത്, എന്ത് ന്യായമുള്ളത്, എന്ത് നീതിയായത്. ന്യായവും നീതി നടപ്പിലാക്കാനേ അതിൻ്റെതായ ചില നിബന്ധനകളുണ്ട്. അത് നടപ്പിലാക്കാൻ നോക്ക് ആദ്യം. സജി പോയി കിടന്നുറങ്ങിക്കോ. ഓക്കെ. ഹായ് ദേവു. ഹായ്. ഇതെവിടെ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയതാ. മേജർ ആശുപത്രിയിലല്ലേ, കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകും. വീട്ടിലേക്കാണല്ലേ? ആ. കേറിക്കോ, വാ പോവാം. ഓക്കെ. സജി ചോദിച്ചല്ലോ, ഉള്ള ജോലിയെല്ലാം കളഞ്ഞ് എന്തിനാ മേജറുടെ കൂടെ ഇറങ്ങി തിരിച്ചെന്ന്. നേരത്തെ മേജർ സൂചിപ്പിച്ചില്ലേ എന്റേത് ദരിദ്ര കുടുംബമാണെന്ന്. അദ്ദേഹം നല്ല മനുഷ്യനാ. ഇത്രയും നല്ല സ്വഭാവശുദ്ധിയുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. യാദൃച്ഛികമായിട്ടാ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ പങ്കുകൊള്ളാനുള്ള അവസരം എനിക്ക് കിട്ടിയത്. എന്റെ വീട്ടിൽ വന്ന അച്ഛനോടും അമ്മയോടും സമ്മതം ചോദിച്ചിട്ട് എന്നെ കൂടെ കൂട്ടിയത്. എന്നെ സംബന്ധിച്ച് മാന്യമായൊരു ജോലി. പിന്നെ മേജറുടെ ട്രീറ്റ്മെന്റിന് ശേഷം എനിക്കൊരു ജോലി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നഴ്സുമാരുടെ സ്ഥിതി സജിക്കറിയാലോ. ദേവുവിന്റെ വിവാഹക്കാര്യമൊന്നും പറഞ്ഞില്ല. സ്ഥിര വരുമാനമുള്ള ഉറച്ച ഒരു ജോലി. കുടുംബ ബാധ്യത എന്റെ കൈകളില്.
അച്ഛനും അമ്മയ്ക്കും മറ്റു വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് കല്യാണക്കാര്യത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമല്ല ഇപ്പൊ. ഹാളിലെ ചിത്രങ്ങളൊക്കെ വരച്ചാരാപ്പോ? അതൊക്കെ മേജറുടെ സംഭാവനകളാ. അപ്പൊ തോക്ക് പിടിച്ച കൈ കൊണ്ട് ബ്രഷും വഴങ്ങുമല്ലേ? അയ്യോ, ലേറ്റായി. എനിക്ക് പോയിട്ട് കുറച്ചധികം പരിപാടികളുണ്ട്. വരട്ടെ. ശരി, ഓക്കെ, ബൈ. ഇതാ സാർ. உனக்கு என்னடா கண்ணு தெரியாதா? போடா. இவன் தாண்டா நமக்கு தேவை. யாரு இவன் தாண்டா அந்த கொலையாளி. வாடா புடியா. நான் புடியடா புடியடா. இவன் தாண்டா அது. இந்த ஆளா? நான் மாத்திருக்கேன். இவன் தாண்டா அது. புடியடா. இவன் தான். நான் போடா. புடியடா புடியடா. புடியடா புடியடா புடியடா. நில்றாங்க. புடியடா. இல்லடா டா டேய். நில்றா. டா டா டா. நில்றாங்க. நிக்கடா. புடியடா. ஐயோ ஐயோ. ஐயோ. ബോസ്, ஐயோ. ஐயா. எவ்வளோ? 50. 50? ஒரு 50 கொடுறா. இல்லையா? கொஞ்சம் இல்லை, ஒரு நிமிஷம். ബോസ് 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 ഒരു 50 ഉറുപ്പിക പൈസ തരുന്നില്ല. ഇതൊക്കെ ആദ്യം തന്നെ കറക്റ്റ് കൊണ്ടോണ്ടറ. അല്ല ചിക്കൻ എവിടെ? ചിക്കൻ എങ്ങടാ? அந்த அவரை பார்த்தாச்சு. എവനെ? ആരെ? அந்த கொலையாளி பார்த்தாச்சு. എന്നിട്ട് അവരെവിടെ? അവന് അത് நிறுத்தடா, நான் சொல்றேன். அவன் பைக் எடுத்து போயிட்டே இருந்தேன். நாங்க பின்னாலே ஓடுறேன். அவன் ஒரு ஸ்பீடு പിടിക്ക முடியல. നിങ്ങൾ എന്തിനാ പിന്നാലെ ഓടുന്നത്? നിങ്ങൾക്കല്ലേ ബൈക്കാണ്. ആ ബൈക്ക് അവിടെ? ബൈക്ക് എങ്കട? നീ തന്നെ വണ്ടി ഓടുற. ഞാൻ പിന്നാടിയാ നോക്കരുത്. നിർത്തടാ, ഒന്ന് മലയാളത്തിൽ പറയും. ബോസ്, കാര്യം നേരിട്ട് പറയാൻ വേണ്ടിട്ട് ഒരു ഓട്ടോ പിടിച്ച് വന്നാണ്. ടച്ചപ്പിന് കുറച്ച് ചിക്കൻ വാങ്ങാൻ പറഞ്ഞാണ്. അവസാനം ചിക്കനും ഇല്ല, പോയ വണ്ടിയും ഇല്ല, ഒരു കൊലപ്പുള്ളിയെ കണ്ട് അതും ഇല്ല. ഇമ്മാതിരി എണ്ണത്തിൽ വെച്ചിട്ട് ഞാൻ ബിസിനസ് ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകും? പോയി വണ്ടി എടുത്തോട്ടാ. ഞാൻ കുപ്പി എടുത്തില്ലേ തലയടിച്ച് പിടിച്ചാട്ടാ. ചെല്ലി എന്താക്കാൻ പോണ്? അല്ല, തലയടിച്ചു പൊട്ടിക്ക്. അവിടെ കിടത് പോയി വണ്ടി എടുത്തോട്ടേടാ. പോയി പോയി കിടത്. ഓ, ഇതെന്താണിത്? വെള്ളം ഒഴിക്കട്ടെ. എന്തിനാണ് വെള്ളം? ഇഷ്ടംപോലെ വെള്ളം അവര് കുടിപ്പിച്ചില്ലേ? അല്ലെങ്കിൽ ഇങ്ങനത്തെ 4 ഉണ്ട്. ഇങ്ങനത്തെ വെള്ളം. ഹായ് മേജർ. ഹലോ. ഇരിക്കും. പിന്നെ നമ്മൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് അയച്ച ടെസ്റ്റുകളുടെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഓ, എല്ലാം കൺട്രോൾഡ് ആണ്. പിന്നെ മരുന്നിന്റെ കാര്യത്തിലും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഒരു കൃത്യത വേണം. അത്രേ ഉള്ളൂ. ദേവേന എന്തത്ര വൈകിയത്? വീട്ടിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. മേജർക്ക് മരുന്ന് കഴിക്കണമെങ്കിൽ ദേവേനി തന്നെ വേണം. മേജർ അപ്പം മരുന്ന് കഴിച്ചില്ലേ? ഞാൻ ആ കാര്യം സിസ്റ്ററോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നല്ലോ. ഓക്കെ ദേവു, നമുക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ട്. എന്താ ഡോക്ടർ? ഓക്കെ, എന്നാ ഞാൻ ചായ എടുത്തിട്ട് വരാം. ശരി. ഞാൻ വിഷയം ആവർത്തിക്കുന്നതിൽ മേജർ എന്നോട് മുഷിയരുത്. 1-2 മാസം കൂടെ, അത് കഴിഞ്ഞാൽ താങ്കൾ പഴയ ഊർജ്ജസ്വലതയിലേക്ക് എത്തും. സാക്ഷാൽ മേജർ ശ്രീകാന്ത്. മുന്നോട്ട് നമുക്കൊക്കെ കുറച്ചു കാലം കൂടെയല്ലേ ബാക്കിയുള്ളൂ. നമുക്കൊരു തുണ, ഒരു ലൈഫ് പാർട്ട്ണർ, അതാവശ്യമില്ലേ? പുതിയ ലക്ഷ്യങ്ങളും അർത്ഥങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവണം. എന്തുകൊണ്ട് ഒരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചുകൂടാ? വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ഇത്ര പിശുക്കൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് കൊടുക്ക്. ദാ അതിലൊന്നും വെള്ളമില്ല. എന്താ മേജർ ഇത്ര ഗാഢമായ ഒരു ആലോചന? ഡോക്ടർ നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്.
ജീവിതത്തിൽ ഒരു വിവാഹം വേണ്ടാന്ന് തീരുമാനിച്ച ആളായിരുന്നു ഞാൻ. കാരണം സ്ത്രീകളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നായിരുന്നു എൻ്റെ ധാരണ. അല്ല, അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ടായിരുന്നു. ഇത്രയും കഠിനമായൊരു തീരുമാനം എടുക്കാൻ മാത്രം എന്തായിരുന്നു ഇത്ര വലിയ അനുഭവം? എന്തു തന്നെ ആയാലും നാം നമ്മുടെ സ്വന്തം ജീവിതം മറന്നു പോരുത്. എല്ലാവർക്കും എന്ന പോലെ എനിക്കും ഉണ്ടായിരുന്നു ഒരു മുറപ്പെണ്ണ്. അവളെന്നോട് തുറന്നു പറഞ്ഞു, ഭാര്യ ഭർത്താവിൻ്റെ അടിമയല്ലെന്ന്. പുരുഷൻ അനുവദിക്കുന്ന ഏതൊരു സ്വാതന്ത്ര്യവും സ്ത്രീക്കും അവകാശപ്പെട്ടതാണെന്ന്. നിർദ്ദേശമാവാം, പക്ഷെ ആജ്ഞകൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന്. എന്റെ സങ്കല്പത്തിലുള്ളൊരു ഭാര്യയായിരുന്നില്ല അവള്. സത്യത്തിൽ ഏതൊരു സ്ത്രീക്കും നമ്മൾ പുരുഷന്മാരെ അനുവദിച്ചു കൊടുക്കേണ്ട അതേ ആവശ്യങ്ങൾ തന്നെയല്ലേ അവളും ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ശരിയാണ്, പക്ഷേ അവൾ ആവശ്യപ്പെടുന്ന സ്വാതന്ത്ര്യം വിശാലമായ ഒരു ആൺ സൗഹൃദത്തിന് വേണ്ടിയുള്ളതാണ്. അവരുടെ അകമ്പൂർവം തിരിച്ചറിഞ്ഞപ്പോഴാണ് പെൺസമൂഹത്തെ തന്നെ ഞാൻ വെറുത്തുപോയത്. ഡോക്ടർ, ഒരു മിനിറ്റ്. ആ പാത്തിയിൽ കിടക്കുന്ന രോഗിയെ മുറിയിലേക്ക് മാറ്റാൻ സമയമായി. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. നടക്കാം മേജർ. ഹലോ സാർ. അല്ല, അലോപതിക്കാർക്ക് എന്താ ഇവിടെ കാര്യം? ഇടയ്ക്കിടെ ഇറങ്ങുന്നുണ്ടല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത് കൊണ്ടാ സാറൊക്കെ ജീവിച്ചു പോകുന്നത്. നമ്മൾ മാസങ്ങളോളം കഷ്ടപ്പെടും, ക്രെഡിറ്റ് മുഴുവൻ ഡോക്ടർ കൊണ്ടുപോകും. സാർ ഇവിടെ ഉള്ളത് കൊണ്ടേ രോഗികൾക്കൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആണോ? കേട്ടില്ലേ? പിന്നീട് ഞാൻ രാജ്യത്തെ സ്നേഹിച്ചു. അതിനുവേണ്ടി ജീവിതം മാറ്റിവെച്ചു. പക്ഷേ അത് പൂർത്തിയാക്കാൻ ശത്രുക്കൾ സമ്മതിച്ചില്ല. ഇതാ ഇപ്പൊ ഇവിടെ എത്തി. എല്ലാ സ്ത്രീകളും മേജറിന്റെ മുറപ്പണിനെ പോലെയാണെന്ന് കരുതരുത്. സ്നേഹിക്കാനും വിശ്വസിക്കാനും മരണം വരെ ജീവിത പങ്കാളിയെ കൂടെ നിൽക്കാനും ഒരു സ്ത്രീ, അങ്ങനെയുള്ളവര് നമുക്ക് ചുറ്റും എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മൾ അവരെ കണ്ടെത്തണം. നോക്കാം. നന്നായിട്ടൊന്ന് താങ്ങടോ. താനാണ് എന്നെ താങ്ങേണ്ട ആള്. ഓ, കേട്ട ദേവയാനി, നമ്മുടെ മേജർ ഒരു വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുകയാണ്. ഈ വയസ്സാം കാലത്തൊന്നായിരിക്കും ദേവയാനി ഇപ്പൊ ചിന്തിക്കുന്നല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. എന്തായാലും മേജർ സാറിന് ഒരു വിവാഹം അത്യാവശ്യം അല്ലേ സാർ? എന്തായാലും മേജർ പഴയ യൗവനകാലത്തേക്ക് തിരിച്ചു പോവാണ് അല്ലേ മേജർ? ശരി. ഇത്രയും ബുദ്ധിമുട്ടി അച്ഛൻ ഇവിടേക്ക് വരണമായിരുന്നോ? ഞാൻ വീട്ടിലേക്ക് വരുമായിരുന്നില്ലേ? ഓ, അത് സാരമില്ല മോളെ. അമ്മയുടെ നിർബന്ധം കൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇവിടുത്തെ സാറിന്റെ സൗകര്യം കൂടി നമ്മൾ നോക്കണ്ടേ? പെട്ടെന്ന് വിട്ടുമാറി നിൽക്കുന്നത് ശരിയാണോ? നമ്മുടെ വിഷമങ്ങളൊക്കെ തൽക്കാലം പരിഹരിച്ചത് സാറിന്റെ നല്ല മനസ്സുകൊണ്ടല്ലേ? അച്ഛൻ ഇരിക്കെ. എന്താ അമ്മ പറഞ്ഞയച്ചത്? അച്ഛന്റെ ആഗ്രഹം തന്നെ. ഇത്രയും കാലം അച്ഛൻ നിർബന്ധം പിടിക്കാതിരുന്നത് അതിനുള്ള സാഹചര്യം നമുക്കില്ലായിരുന്നല്ലോ. ഇപ്പോ ഒന്ന് രണ്ട് കൊള്ളാവുന്ന ആലോചന വന്നപ്പോ സമയമായെന്ന് ഞങ്ങൾക്ക് തോന്നി. നിന്റെ വിവാഹം അതെന്നെ പറഞ്ഞു വന്നതും. ഇത്തിരി സാവകാശം വേണോ അച്ഛാ? പെട്ടെന്ന് എടുത്തി അടിയൊരു തീരുമാനം വേണ്ട. അങ്ങനെയൊന്നും പറയരുത് മോളെ. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളങ്ങ് തീരുമാനിക്കും. നീ സാറിനോട് ചോദിച്ച് ഒരു 2 ദിവസം എന്നിട്ട് വീട്ടിലോട്ടൊന്ന് വാ. കാണാവുന്ന ആൾക്കാർ നിന്നൊക്കെ ഒന്ന് കാണട്ടെ. ഓ ശരി, എന്നാ പിന്നെ ഞാനിങ്ങോട്ട്. അച്ഛനിരിക്കെ. മേജർ വന്നിട്ട് പോവാം. ഇവിടെ വരെ വന്നതല്ലേ, മേജറിനെ കണ്ടിട്ട് പോവാം. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നമ്മൾ എവിടെ അവരെ അന്വേഷിക്കുക? അവനാണ് സമർത്ഥന. നമ്മൾ അവന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലേ? അവന്റെ അച്ഛനും അമ്മയും പറഞ്ഞത് എന്താന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? വീടിനും നാടിനും കൊള്ളാത്തവനാണ് അവൻ. സ്വന്തം മകനെന്ന് പറയാൻ പോലും അവർ മടിക്കുന്നു. ശരിയാ വിഷ്ണു. അവസാനമായിട്ട് അവർ ചോദിച്ചൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു.
നിങ്ങളുടെ കുട്ടി അവൻ വീട്ടിൽ വന്ന് അതിക്രമിച്ചു കയറി ബലമായി പിടിച്ചുകൊണ്ടുപോയതൊന്നും അല്ലല്ലോ. ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യം അത്. ശരിയാ. എങ്കിലും അവള് ചതിക്കപ്പെട്ടത് തന്നെ. അവൾക്ക് എന്ത് സംഭവിച്ചെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്കൊരു അഭിപ്രായമുണ്ട്. എന്താ? അവന്റെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, ഗായത്രിയുടേതുണ്ട്. അത് വെച്ച് ലൊക്കാലിറ്റി ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിയും. നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? പേഴ്സണൽ. അതെ, തികച്ചും പേഴ്സണൽ. അതുകൊണ്ടാണ് നേരിൽ കണ്ട് പറയാന്ന് പറഞ്ഞത്. ഐ ആം ഇൻ എ ടോട്ടലി ഡിപ്രസ്ഡ് മൂഡ്. പിന്നെ തെല്ലൊരാശ്വാസം ദേവുവിനെ കാണുന്നതും സംസാരിക്കുന്നതുമാണ്. എന്താ? ആരായിരുന്നു ഫോണില്? ഞാൻ അമ്മയോട് സംസാരിക്കായിരുന്നു. സജി കളവ് പറയാനും തുടങ്ങിയില്ലേ? അതെ, നിനക്ക് എന്താ ഇപ്പൊ കേൾക്കേണ്ടത്? ഞാൻ മറ്റൊരു പെണ്ണിനോട് കൊഞ്ചിക്കൊഴയാന്നങ്ങ് പറയണം അല്ലേ? അങ്ങനെ തന്നെ നീ കരുതിക്കോ. സോറി, എനിക്കങ്ങനെ തോന്നി. മറ്റാരോട് സംസാരിക്കാന്ന് വിഷമിപ്പിച്ചതിന് സോറി. I know you love me. ശരി, സജി കിടന്നോളൂ. ഓക്കെ. അവക്ക് ഇഷ്ടമല്ലാത്തൊരു വിവാഹാലോചന വീട്ടുകാർ കൊണ്ടുവന്നപ്പോൾ എൻ്റെ സഹായം തേടി. വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് അവളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഞങ്ങൾ ഒരുമിച്ച് കഴിയുന്നുണ്ട്, പക്ഷെ 2 മുറികളിലാണ് ഈ നിമിഷം വരെ. തെറ്റായ ഒരു പ്രവൃത്തി ഞാൻ അവളോട് കാണിച്ചിട്ടില്ല. വേണമെങ്കിൽ ആവാമായിരുന്നു. ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകും സജി? അവളുടെ വീട്ടിലും നാട്ടിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും. അതൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ തന്നെ അവളെ വീട്ടിൽ കൊണ്ടുവിടാം. പാവം ഗായത്രി. ശരി, ഞാൻ ദേവുനെ എങ്ങനെയാ കാണണ്ടേ? സജിക്ക് സഹോദരിമാരുണ്ടോ? ഇല്ല. എങ്കിൽ എന്നെ ആ സ്ഥാനത്ത് കണ്ടാൽ മതി. എനിക്കിപ്പോ സഹോദരിമാരുടെ ആവശ്യമല്ല വേണ്ടത്. അച്ഛൻ വീട്ടിൽ വന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. 1-2 ദിവസത്തേക്കെങ്കിലും വീട്ടിലേക്ക് ചെല്ലണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. അവിടെ പെണ്ണ് കാണാൻ 2-3 കൂട്ടര് കാത്തു നിൽപ്പുണ്ട്. അവിടെ നിൽക്കുന്നവർ അവിടെ നിന്ന് കാല് കഴിക്കുമ്പോൾ ഇരിക്കും. ദേവ് ഉടനെ ഒന്നും എങ്ങും പോകുന്നില്ല. എന്താ? എന്തോ രഹസ്യം പറയേണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. അതെ, രഹസ്യം തന്നെയാണ്. എങ്കിൽ പറഞ്ഞോളൂ, കേൾക്കാൻ ഞാൻ റെഡിയാണ്. അതിനു മുമ്പ് എനിക്ക് ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഊർജ്ജസ്വലനായ പഴയ മേജർ ശ്രീകാന്തിലേക്ക് എനിക്ക് തിരികെ എത്താൻ കഴിയുമോ ഡോക്ടർ? ഷുവർ. എന്താ സംശയം? താങ്കൾ ആ പഴയ ശ്രീകാന്തായി. എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. നടക്കൂ മേജർ, വരൂ, നടന്നോളൂ. അത് വന്നോളൂ, ഞാനല്ലേ പറയുന്നത്. നിങ്ങൾ ഓക്കെയാണ്? ഞാൻ കമോൺ. എനിക്ക് കമോൺ മേജർ, വരൂ, വന്നോളൂ. പറ്റും.
നിങ്ങൾക്ക് പറ്റും. താങ്ക് യു താങ്ക് യു താങ്ക് യു ഡോക്ടർ താങ്ക് യു ഡോക്ടർ. മേജർ. എന്താ ഓക്കെ ഓക്കെ നൗ യുവർ ഓക്കെ. ഇനി താങ്കൾക്ക് ധൈര്യമായിട്ട് തിരിച്ച് ബോർഡറിലേക്ക് തന്നെ പോവാം. അപ്പൊ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ദേവു വാ, നമുക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക് ബോട്ടിലൊന്ന് ചുറ്റിയാലോ? വേണ്ട, അത് ശരിയാവില്ല. മേജർ ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പോണം ഹോസ്പിറ്റലിലേക്ക്. ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ആ ബോർഡിലിരുന്ന് സംസാരിക്കുന്നൊക്കെ സെയിം അല്ലേ? വാ, ഒരു 5 മിനിറ്റ് വാ പ്ലീസ്. വേണ്ട സജി, വാ വാന്നേ വാ, ഒരു 5 മിനിറ്റ്. എന്താ എന്താ സംഭവിച്ചത്? എന്തു പറ്റി? പറയാം മേജർ. സജി ഇരിക്കേ. ഇരിക്കൂ. യെസ് പറയൂ. സജിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞാൻ തടാകക്കരയിലേക്ക് ചെന്നു. കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ പെഡൽ ബോട്ടിലേക്ക് കയറി. കുറച്ച് മുന്നോട്ട് പോയപ്പോ എങ്ങനെയാന്നറിയില്ല, പെട്ടെന്ന് ബാലൻസ് തെറ്റി ബോട്ട് ചെരിഞ്ഞു. സജിക്ക് നീന്താൻ അറിയില്ലായിരുന്നു. ഞാൻ വെള്ളത്തിലേക്ക് ചാടി. സജി, 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 ദേവയാനി ദൈവരൂപത്തിൽ വന്ന് എനിക്ക് ജീവൻ തിരിച്ചു തന്നു. വോ വാ, മാർവലസ് ആക്ട്. സജി എല്ലാം പഠിച്ചു അല്ലേ? പക്ഷേ നീന്താൻ മാത്രം പഠിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ വന്നിട്ടില്ല, അതുകൊണ്ടാ. ഓക്കെ, ഡോക്ടർ കുറച്ചു നേരമായി എന്നെ വിളിക്കുന്നു. ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയി വരാം. എന്തായാലും നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആവണമല്ലോ. ടേക്ക് യുവർ ഓൺ ടൈം. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ ഓക്കെ സർ. സജി, എങ്ങോട്ടാ? പുറത്തേക്കൊന്ന് പോയിട്ട് വരാം. എന്നെ ഇവിടെ ഇങ്ങനെ തടവിലാക്കിയിട്ട് പോവല്ലേ?
സജി എവിടേക്കോ ഇറങ്ങി പോകുന്നു. ഒന്നിനും ഒരു വ്യക്തതയുമില്ല. എന്റെ കാര്യം എന്താ ആലോചിക്കാത്തെ? അതിലുപരിയെ നീ എന്റെ കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. ഞാനും വീട് വിട്ട് തന്നെ വന്നതാ. വിവാഹക്കാര്യം ഞാനും നിന്നോട് പറഞ്ഞിരുന്നു, ശരിയാണ്. പക്ഷെ സാഹചര്യം ഒത്തുവരണ്ടേ? സുഖമില്ലാതെ കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് എനിക്ക് നിന്നെ എങ്ങനെ കൊണ്ടുചെല്ലാൻ കഴിയും? നിനക്കറിയാലോ, പെട്ടെന്നൊന്നും നമുക്ക് നമ്മുടെ കാർ എടുത്ത് പുറത്തു പോകാൻ പറ്റില്ല. നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാ ഈ ബൈക്ക് ഞാൻ അറേഞ്ച് ചെയ്തത്. എല്ലാം ഒന്ന് ക്ലിയർ ആവട്ടടോ. ഇങ്ങനെയൊന്നും അല്ല സജി നേരത്തെ പറഞ്ഞിട്ടുള്ളത്. സജിയുടെ വർത്താനത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം കാണുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നുണ്ട് സജി. ഞാൻ നിന്നെ സ്നേഹിച്ചു, നിന്നെ മാത്രം. മനസ്സും ശരീരവും ഒത്തുചേരുമ്പോഴേ യഥാർത്ഥ സ്നേഹം ഉണ്ടാവുന്നുള്ളൂ. നീ എന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നേ? വിവാഹം ഒരു ഉടമ്പടിയാണ്, സമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ളത്. ഇപ്പൊ നീ എന്റേതാണ്. നമ്മൾ ഒന്നായി കഴിഞ്ഞു. സജി നോ. സജിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് കുറച്ചു നാളെ ആയിട്ടുള്ളൂ. IT പ്രൊഫഷണലാ. ഹീ സോ സ്മാർട്ട്. ഓഫീസിന് മുന്നിൽ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന കുറച്ച് പൂവാലന്മാരുണ്ടായിരുന്നു. സജി സിനിമയിലൊക്കെ കാണുന്ന പോലെ അവരെ അടിച്ചോടിച്ചു. അവന്മാരെ പിന്നെ ആ വഴിക്ക് കണ്ടിട്ടേ ഇല്ല. അതിനുശേഷം കുട്ടികൾക്കൊക്കെ എന്താ പറയാ, ഭയങ്കര ആരാധന. പക്ഷെ സജിക്ക് എന്റെ അടുത്തൊരു പ്രത്യേക താല്പര്യ. ഹീസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഗായത്രി, there is no friendship between man and woman other than sex. ഓ, തൊട്ടാ സെക്സ്, നോക്കിയ സെക്സ്, ചിരിച്ച സെക്സ്, ഒന്നിച്ച് നടന്നാലും ഇരുന്നാലും സെക്സ്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ സദാചാര പോലീസിന്റെ വേഷം കെട്ടി നടക്കാൻ നാണോ ഇല്ലേ? വിഷ്ണു ഒന്നുമില്ലെങ്കിലും ഒരു എഡ്യൂക്കേറ്റഡ് എംകോം കാരനല്ലേ? തൽക്കാലം ഒരു ശാന്തിക്കാരനെ ജോലി ചെയ്യുന്നല്ലേ ഉള്ളൂ. കം ഫോർവേഡ് വിഷ്ണു. For what? ഗായത്രി, for what? ഇത്രയും കാലം ഞാനൊരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. അതെ. ഞാൻ അവളെ കണ്ടെത്തി. ആരാണ് ആ ഭാഗ്യവതി? ദേവയാനി. ഓ, മേജർ. എന്നിലെ ഞാൻ നിനക്കു വേണ്ടി ജന്മം കാഴ്ചവച്ചു. പൊന്നിലും പൊൻ സ്വപ്നങ്ങളും പൂവിൽ പൊതിഞ്ഞു വച്ചു. നീലമാനമറിഞ്ഞീല, കാടുകിളിയുമറിഞ്ഞീല. മേഘമേ മേഘമേ താണു വന്നു പട്ടുവിരിക്കൂ. എന്നിലെ ഞാൻ നിനക്കു വേണ്ടി ജന്മം കാഴ്ചവച്ചു. ദൈവങ്ങൾ പോലും ഈ സുഗന്ധമേറ്റാൽ എല്ലാം മറന്നു നിന്നെ പുണർന്നു പോകും. നീലമേഘവിതാനമീ ഭൂമിയുടെ കാമുകരെ, ഈ നിമിഷം നമുക്കു സ്വന്തം. സ്വർണമാത്രകൾ എന്നിലെ ഞാൻ നിനക്കു വേണ്ടി ജന്മം കാഴ്ചവച്ചു. സന്ധ്യയും കുളിർത്തെന്നലും അങ്ങാടി ചുറ്റി വന്നു ചൂളമിടുന്നു.
വെച്ചു നൽകാം. കാമുകന്റെ കണ്ണുകളിൽ സുളമനെ തിരയുമ്പോൾ ഈ നിമിഷം ഇവൾക്കു സ്വന്തം മധുരം തിരയും ദാഹപുത്രികൾ. എന്നിലെ ഞാൻ നിനക്കു വേണ്ടി ജന്മം കാഴ്ചവെച്ചു. പൊന്നിലും പൊൻ സ്വപ്നങ്ങളും പൂവിൽ പൊതിഞ്ഞു വച്ചു. നീലമാനമറിഞ്ഞീല, കാടും കിളിയും അറിഞ്ഞീല. മേഘമേ മേഘമേ താണു വന്നു പട്ടുവിരിക്കൂ. എന്നിലെ ഞാൻ നിനക്കു വേണ്ടി ജന്മം കാഴ്ചവെച്ചു. ദേവു, ദേവു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കുറച്ചു നാളായി എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. എന്താ സർ, പറഞ്ഞോളൂ. ദേവുവിൻ്റെ അച്ഛനും അമ്മയും വല്ലാതെ വേവലാതിപ്പെടുന്നില്ലേ ദേവുവിൻ്റെ വിവാഹകാര്യത്തിൽ? ആ, അതിനൊരു പരിഹാരം എന്താ? ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ദേവുവിനെ ക്ഷണിക്കും, എൻ്റെ ജീവിത സഖിയായി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിവാഹകാര്യമാണ്. എന്താ, എന്തു പറയുന്നു? അതെ സജി, പെട്ടെന്ന് എന്തെങ്കിലും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. മേജറുടെ മനസ്സിൽ ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. ദേവുവിന് അയാളോട് താല്പര്യമുണ്ടോ? എന്ത് ചോദ്യം സജി ഇപ്പൊ ചോദിക്കുന്നേ? എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഒക്കെയുണ്ട്. എനിക്ക് അദ്ദേഹത്തെ ഒരു മൂത്ത സഹോദരനായിട്ടേ കാണാൻ കഴിയൂ. ഞാനൊരു പെണ്ണല്ലേ സജി, എനിക്കും ഇല്ലേ എൻ്റെതായ ചില സങ്കല്പങ്ങളൊക്കെ. ഇത് അയാളുടെ അതിമോഹമാണ്. ഒരുപക്ഷെ അങ്ങനൊരു വാഗ്ദാനം നൽകി മുതലെടുക്കാനുള്ള ശ്രമമായിക്കൂടുന്നില്ല. ഇല്ല സജി, അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധിയിൽ എനിക്ക് ഒരു സംശയവും. മോശമായൊരു വാക്കോ നോട്ടമോ പ്രവൃത്തിയോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന വിധം എടുത്തു ചാടി ഇതിനൊരു മറുപടി പറയാൻ എനിക്ക് ഒട്ടും സാധിക്കില്ല. അതെ, എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നേരിൽ സംസാരിക്കാം. ഓക്കെ സജി, ശരി. ഡോക്ടർ, മേജർ വലിയ സന്തോഷത്തിലാണല്ലോ. പുതിയ ഡെവലപ്മെന്റ്സ് എന്തെങ്കിലും? അതെ, ഞാൻ ദേവയാനോട് കാര്യം പറഞ്ഞു. അതെയോ? എന്തായിരുന്നു റിയാക്ഷൻ? മറ്റൊന്നുമില്ല, സന്തോഷമല്ലാതെ മറ്റെന്ത് തോന്നാൻ. ഒന്നും പറഞ്ഞില്ല. അതെയോ? ആ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ ടൗണിൽ പോയിട്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഒരു സന്തോഷവും സർപ്രൈസും കൂടി ആയിക്കോട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ചുരുക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് നടക്കുന്നതല്ലേ മേജർ? വെൽ ഡൺ. ഇല്ല, നിന്റെ ഒരു കാര്യം. ഇരിക്കെ, ആരാ നീ നോക്കിട്ട് വരട്ടെ. ആ, എന്താ സജ്ജി വിശേഷിച്ച്? ഒന്നുമില്ല, ദേവയാനി നാട്ടിലേക്ക് പോകാന്നറിഞ്ഞപ്പോ അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനായിട്ട് ഈ വഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ശരി, സജ്ജി ഇരിക്കൂ. അല്ല, പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അവിടെ ഗായത്രി ഒറ്റയ്ക്കാണ്. പോയിട്ട് പിന്നെ വരാം. ഓക്കെ.
സജി വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. ഡോക്ടർക്ക് ഇന്ന് വേറെ അപ്പോയിന്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഞാനിങ്ങ് പോന്നു. ഇതെന്താ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിരിക്കുന്നേ? അതെന്റെ ഒരു ഗിഫ്റ്റാ. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ഫുഡ് റെഡിയാക്കാം. പിള്ളേരാണ്, ബുദ്ധിശൂന്യത കാണിക്കും, പിന്നെ എടുത്തുചാട്ടവും. ദേവയാനൊരു പാവമാണ്, അവളെ വെറുതെ സംശയിക്കേണ്ട കാര്യമില്ല. ഞാൻ അവൾക്ക് വേണ്ടി കൊണ്ടുപോയ ഗിഫ്റ്റ് അതൊന്ന് തുറന്നു നോക്കാൻ പോലും അവൾ താല്പര്യം കാണിച്ചില്ല. അതെന്നെ വിഷമിപ്പിച്ചു. ഡോക്ടർ, ഞാൻ അവൾക്ക് മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്നു വെച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത പ്രതികരണം അവളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. എന്തുകൊണ്ടാണ് ഡോക്ടർ? എനിക്ക് സംശയമുണ്ട് ഡോക്ടർ, സംശയമുണ്ട്. അവനെ മാത്രം വിശ്വസിച്ചുകൊണ്ടൊരു പെൺകുട്ടി ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ കോട്ടേജിൽ ദിവസങ്ങളോളായി കഴിയുന്നു. അവൻ ആ കുട്ടിയെ വഞ്ചിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ളൊരു പയ്യനുമായി ദേവയാനി സൗഹൃദം സ്ഥാപിക്കേണ്ട കാര്യം എന്താ? ആ ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാനും അന്വേഷിക്കുന്നത്. ഇന്നലെ രാത്രി അവളൊരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതാരുടെ കോളാണെന്ന് കാലത്ത് ഞാൻ അവളോട് ചോദിച്ചു. വീട്ടിൽ നിന്നുള്ള കോളാണെന്ന് അവൾ പറഞ്ഞു. പക്ഷേ എനിക്കത് വിശ്വാസമായില്ല. എന്നാൽ ആ ഫോൺ അവൾ അറിയാതെ ഒന്ന് പരിശോധിച്ചാൽ പോരായിരുന്നു? അതെ, ഞാനത് പരിശോധിച്ചു. അറിയാതെ അടുക്കളയിൽ ഫോൺ വെച്ച് അവൾ ബാത്റൂമിൽ കുളിക്കാൻ പോയി. ഒരേ നമ്പറിൽ വന്നതും പോയതുമായ കുറേ കോളുകൾ. ഞാൻ ആ നമ്പർ ഡയൽ ചെയ്തു. ആ കോൾ അറ്റൻഡ് ചെയ്തത് ആരാണെന്നറിയാം? അതെ, അവൻ തന്നെ. ഇനി തീരുമാനം എടുക്കേണ്ടത് ഞാനാ. ഞാൻ എന്താണ് സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇത്രയും ദൂരത്തേക്ക്? അതെ, ഒപ്പം ദേവയാനി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നല്ലോ സാറ്. അങ്ങനെ കരുതിയിരുന്നു. പിന്നെ വേണ്ടെന്ന് വെച്ചു. നമ്മൾ രണ്ടുപേർ മാത്രം ഈ ശാന്തമായ പുഴയുടെ തീരത്ത്. കണ്ടില്ലേ എത്ര മനോഹരമായ സ്ഥലം? യെസ്. നമുക്ക് ചുറ്റിലും മറ്റാരുമില്ല. അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. എങ്കിലും വിഷയത്തിലേക്ക് വരൂ സർ. ഓക്കെ, ഞാൻ ദേവയാനിയെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താ സജിയുടെ അഭിപ്രായം? ഒരഭിപ്രായം ഇല്ല സർ. സ്നേഹവും വിവാഹവും ഒക്കെ ഈ പ്രായത്തിൽ സാറിന് യോജിച്ചാണ്. ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ സർ? ഒന്നുമില്ലെങ്കിലും സാറിന്റെ മകളുടെ പ്രായമല്ലേ അവൾക്കുള്ളൂ. സ്നേഹം, വിവാഹം, ഇതിനൊക്കെ പ്രായപരിധിയുണ്ടോ? എൻ്റെ ആഗ്രഹങ്ങൾ, തീരുമാനങ്ങളൊക്കെ എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ഓക്കെ, ഈ വിഷയത്തിൽ ദേവയാനി അവളുടെ നിലപാട് സാറിനോട് പറഞ്ഞു? ഇല്ല. എന്തുകൊണ്ടെന്നതിന്റെ ഉത്തരം പറയേണ്ടത് നീയാണ്. ഞാനും ദേവയാനി ഇഷ്ടപ്പെടുന്നു സർ. ഒരേ സമയം രണ്ട് സ്ത്രീകളെ വഞ്ചിക്കുന്ന കള്ളനാണ് നീ, പേരും കള്ളൻ. സാർ നേരത്തെ പറഞ്ഞ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം എനിക്കുണ്ട് സർ. ഇല്ല, ആ സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ വിട്ടു തരില്ല. ഗോയവേ, എന്റെ മുന്നിൽ വിലങ്ങ് തടയി നിൽക്കാതെ പോ, പോ. സജി പോയോ? അവൻ ഈ ലോകത്ത് തന്നെ പോയി. നോക്കു ദേവയാനി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ സംഭവിക്കുന്നത്.
പുഴയുടെ അക്കരെ കിടക്കാൻ ഞങ്ങൾ തൂക്കുപാലത്തിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് കാൽ തെറ്റി സജി പുഴയിലേക്ക് വീണു. അയ്യോ, സജി പുഴയിലേക്കോ? അവന് നീന്താൻ അറിയില്ലല്ലോ. അതെ, നിർഭാഗ്യം. അവൻ പുഴയിലേക്ക് മുങ്ങിത്താവുന്നത് നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. അടുത്തെങ്കിലും ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. ഞാൻ ഉറക്കെ വിളിച്ചു നോക്കി, പക്ഷേ ആരും വിളി കേട്ടില്ല. ദേവയാനി, ആർക്കു വേണ്ടിയാണ് നീ കരയുന്നത്? ആരാണവൻ? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ ആരാണവൻ? പറയൂ. എവിടുന്നോ വന്നവൻ, കണ്ടു, പരിചയപ്പെട്ടു. ഇന്നൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം അപകടങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അപകടം സംഭവിച്ചാലല്ലേ നാം വേദനിക്കേണ്ടുള്ളൂ. കൂൾ ഡൗൺ ദേവു, കൂൾ ഡൗൺ. ഇത് ഞാനും നീയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. മറ്റൊരാളെ ഇത് അറിയിക്കരുത്. അത് നിന്റെയും കൂടെ ബാധ്യതയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കേ. സജി, അതെ ഞാൻ. മേജർ, സജി വന്നു. എന്തു പറ്റി? നീ എങ്ങനെ രക്ഷപ്പെട്ടു? ചുമ്മാ. സാറേ, ഞാൻ വന്നു. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. നിനക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ചുമ്മാ ഒരു നമ്പർ അല്ലേ. കൂൾ കൂൾ, റിലാക്സ് റിലാക്സ്. എന്തിനാ കരയുന്നേ? സജി, മേജർ നമ്മളെ സംശയിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ എന്തും ചെയ്യാൻ മടിക്കില്ല. പട്ടാളക്കാരനായ അയാൾ എത്ര പേരെ വെടിവെച്ച് വന്നിട്ടുണ്ടാവും. എത്രയും വേഗം ഗായത്രിയും കുട്ടി നാട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. ഞാൻ എന്റെ വീട്ടിലേക്ക് അങ്ങനെയൊന്നും തീരുമാനിക്കാറായിട്ടില്ല ദേവു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ദേവുവിനറിയോ, അന്ന് ഞാൻ വീണതല്ല, മനഃപൂർവ്വം എന്നെ അയാള് പുഴയിലേക്ക് തള്ളിയിട്ടതാണ്. എനിക്ക് നീന്തൽ വശമില്ലെന്നാ അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്കിടയിന്ന് അയാളെ ഒഴിവാക്കുക തന്നെ വേണം. അയാളുടെ ശക്തിയും ഊർജ്ജസ്വലതയും ഒക്കെ ഇല്ലാതാക്കണം. വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള അയാളുടെ ആ മോഹം അതില്ലാതാക്കണം. അയാളെ വൃദ്ധനായിട്ട് മാറും. സജി എന്തൊക്കെയാ പറയുന്നേ? എപ്പോഴും ദേവുവിന്റെ കയ്യിൽ നിന്ന് തന്നെയല്ലേ അയാൾ മരുന്ന് വാങ്ങി കഴിക്കുന്നത്? അതെ. കുറച്ച് ക്യാപ്സ്യൂൾസ് എനിക്ക് വേണം. അതില് കുറച്ച് പൊടിക്കൈകൾ അതും ചേർത്ത് ഞാൻ അങ്ങ് തരും. പിന്നെ ആ ക്യാപ്സ്യൂൾസ് മാത്രമേ അയാൾ കഴിക്കാവൂ. സജി, അപകടം വല്ലതും?
ഇല്ല, വേണ്ടത് നടക്കും. സാർ മരുന്ന് കഴിച്ചില്ലല്ലോ. ഓ, മറന്നുപോയി. ഗായത്രി, ഞാൻ ആലോചിച്ചു, ഒരു എടുത്തുചാട്ടമായിപ്പോയി നമ്മുടേത്. കുറച്ചുകൂടി സാവകാശം വേണമായിരുന്നു. തിടുക്കം കൂട്ടിയ നീയാ. അല്ലാതെ മറ്റെന്ത് ചെയ്യണമായിരുന്നു ഞാൻ? വിഷ്ണുവിന്റെ വീട്ടുകാരൊക്കെ വന്നൊരു തീരുമാനം എടുത്തതിന് ശേഷം എന്റെ അവസ്ഥ സജി ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴത്തെ എന്റെ അവസ്ഥ ഗായത്രി മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ, ഒരു കൊലപാതകവുമായി പോലീസ് അന്വേഷിക്കുന്ന ഒരാളാ ഞാൻ. പിന്നെ കണ്ടില്ലേ കുറെ ഗുണ്ടകളെ. നമുക്ക്, പ്രത്യേകിച്ച് ഗായത്രിക്ക്, വീട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലത്. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഞാൻ തനിച്ച് വീട്ടിലേക്ക് ഒരു മടക്കം, അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനൊരു സാഹചര്യം വന്നാ എനിക്ക് അഭയം എന്റെ ചേച്ചി മാത്രമായിരിക്കും. ദേ നോക്കിയേ, സൂയിസൈഡ് പോയിന്റാ അത്. ഭയം തോന്നുന്നുണ്ടോ നിനക്ക്? ആ, ഇവിടെ മതി. അല്ല, നല്ല സ്ഥലത്താ കൊണ്ടുപോയി നിർത്തിയത്. ഇവർക്ക് വേറെ സ്ഥലം കിട്ടിയില്ല വിളിച്ചു വരാന്. കണ്ടോ, ഇവനാണോ? എടാ, ഞങ്ങളിൽ ഒരുത്തരെ പച്ചക്ക് കൊന്നിട്ട് നീ ഇവളെയും കൂട്ടി സുഖിച്ച് ലോകം മുഴുവൻ കറങ്ങാണില്ലേ? എത്ര ദിവസമായി എന്നെ തേടല്? ഇപ്പൊ കിട്ടിയല്ലോ. അത് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ലല്ലോ, അത് പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഓഹോ, പോലീസ്. എടാ, ഞങ്ങളൊക്കെ അതിക്കും മേലെയാണ്, അറിയോ? സാറാണ് തെരയുമാ, മോശക്കാർക്ക് മഹാമോശക്കാരൻ, ചേറ്റക്ക് മഹാ ചേറ്റ. എടാ, ഇവിടെ ഞങ്ങളാണ് പോലീസ്. ഇതാരാണെന്നറിയോ? ഇതാണ് SP. ഇതാരാണ്? കമ്മീഷണർ. പിന്നെ ഞാൻ DIG. ഞങ്ങൾക്ക് യൂണിഫോമിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാതെ പോയത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. ഒരു ചെറിയ കോംപ്രമൈസ് ആവാം. ആ എമൗണ്ട് എത്രയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്ക്. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? അതെ, 10 ലക്ഷം രൂപ. ചത്തവന്റെ വില അവനായതുകൊണ്ടാണ് 10 ലക്ഷം. ഇവനാണ് 25 ലക്ഷം ആവും. പിന്നെ 2000 നോട്ട് കൊണ്ടുവരരുത്. 500 200 ഒക്കെ മതി. Allah. Allah. വിവരം കേട്ടവനെ ഒരു പെൺകുട്ടിയോട് മര്യാദ കേട്ട് കാണിക്കാ. സാരല്ല മോളെ, ഓന്റെ വലിപ്പം നോക്കട്ടെ. വിവരം തെറ്റാ. മോളെ പേരെന്താണ്? ഗായത്രി. ഗായത്രി. എവിടെ വീട്? റിസോർട്ടിലോ? ഫോട്ടോ എടുക്കടാ. എന്താണ്, സെൽഫിയോ? അതിന് പറ്റിയ ചരക്ക്. 2 ആള് ഫോട്ടോ എടുക്കടാ. ആ, ചുംബിക്കൂ ബോസ്. ഇപ്പൊ ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇനി അങ്ങോട്ട് എടുക്കാനും ഇങ്ങോട്ട് വാ മോളെ. മോള് പോയിരിക്കല്ലേ, വാ.
സ്വന്തം സഹോദരി വീട് വിട്ടുപോയിട്ടും ഒരു പരാതി നൽകാൻ എന്താ ഇത്ര താമസിച്ചത്? സർ, പ്രായപൂർത്തിയായവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒരുമിച്ച് ജീവിക്കാമെന്നാണല്ലോ നമ്മുടെ നിയമം. എങ്കിലും ഞങ്ങൾ പല വഴിക്കും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇയാളാരാ? സാർ, ഞാൻ വിഷ്ണു നമ്പൂതിരി. ഇവിടെ അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. PSC റാങ്ക് ലിസ്റ്റിലും ഉണ്ട്. ഈ കുട്ടിയെ എനിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചിരുന്നു. അപ്പോൾ ഒളിച്ചോട്ടത്തെ കുറിച്ച് കുട്ടി നേരത്തെ നിങ്ങളോടൊന്നും പറഞ്ഞിരുന്നില്ലേ? ഇല്ല സാർ, അവരുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കുട്ടിയെ ഉപദേശിച്ചിരുന്നു. പക്ഷേ ഏതായാലും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആ ഇന്റർനെറ്റ് ഡീറ്റെയിൽസ് പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ആ ഗുണ്ട സംഘത്തെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു മയക്കുമരുന്ന് ഗ്യാങ്ങാണ്. ആ സൈറ്റ് എവിടെയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവന്മാരെ പൊക്കാം, കുട്ടിയും കണ്ടെത്താം. ഏതായാലും നിങ്ങൾ സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ശരി. വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തോളാം. ശരി സാർ. എന്നെ തെറ്റിദ്ധരിക്കരുത്. സാറ് വിചാരിക്കുന്ന രീതിയിലുള്ള ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല. എന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടയാളാ സാറ്. എനിക്ക് ബഹുമാനമുണ്ട്, കടപ്പാടുണ്ട്. അതിനപ്പുറത്ത് ഞാൻ നിന്റെ ആരുമല്ല, അല്ലേ? എന്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കണ്ടിട്ടുള്ളത്. അതെ, ഞാനും നിന്നെ അങ്ങനെ തന്നെയാണ് കരുതിയത്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റും ഞാൻ നിന്നോട് കാണിച്ചിട്ടില്ല. പക്ഷേ ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ നിന്നെ എൻ്റെ ജീവിത പങ്കാളിയാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ നീയോ? എന്തുകൊണ്ട് നിനക്ക് എന്നെ സ്നേഹിച്ചുകൂടാ? എന്തുകൊണ്ട് നിനക്ക് എന്നോടൊത്ത് ജീവിച്ചുകൂടാ? എന്നോടൊത്ത്, എന്റെ മാത്രമായി. പറയൂ, പറയൂ, പറയേ, പറയാ, പറയേ, പറയുന്നത് നല്ലത്. പറയേ, പറയാൻ. എന്തുകൊണ്ട്, എന്തുകൊണ്ട് പറയാ? അറിയാം, എന്ത് വേണമെന്ന് എനിക്കറിയാം. ഡോക്ടർ, ഡോക്ടർ, പ്ലീസ്, പ്ലീസ്. എന്തോ ഒരു അസ്വസ്ഥത. എനിക്ക് തളർച്ച വരുന്നു. പ്ലീസ്, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ധൈര്യമായിരിക്കും, പേടിക്കണ്ട. എനിക്ക് എടാ, നിങ്ങൾ ഈ നെറ്റിലിട്ട് ഞമ്മക്ക് തന്നെ പാരാവില്ലേ? നമ്മളെല്ലാരും തിരിച്ചറിയില്ല ഇപ്പൊ അത്. അതെ, ഒന്ന് കളയണ്ട ആശാനെ. ആശാൻ ഇപ്പൊ വേൾഡ് ഫേമസ് ആ. എത്ര ലൈക്കും കമന്റും കിട്ടിയെന്ന് അറിയോ? ആശാന്റെ ചുംബന സീനില്ലേ, സൂപ്പർ. മീട്ടു മീട്ടു എന്ന് കേട്ടില്ലേ? എത്ര വലിയ മാന്യന്മാരെ ഫോട്ടോസാണ് ഇതുപോലെ ദിവസവും പത്രത്തിൽ വരണേ. വരട്ടെ ആശാനെ, ആശാന്റെ ഫോട്ടോ പത്രത്തിൽ വരട്ടെ. വരിക്കച്ചക്കയുടെ ചൊള കണക്കെ തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി. കൊടകരയിൽ കവടിയാടുമ്പം കണ്ടേടി ഞാനൊരു മിന്നായം, കണ്ടേടി ഞാനൊരു നശിപ്പിച്ച്. ഏത് തെണ്ടിയാണ് ഈ സമയത്ത് വെല്ലടിച്ചത്? അങ്ങനെ പറയാൻ പറ്റ ആശാനെ. ആശാനെ ചിലപ്പോ സിനിമയിലേക്ക് എടുത്ത് ആണെങ്കിലോ. നേരോ, എന്നാ പോയി തുറന്നു കൊടുക്ക്. ഓ, ഇതാണ് നിങ്ങളുടെ താവളം. പറ്റിയ സ്ഥലം.
ഉള്ളത് പറയാമല്ലോ. താൻ പോസ്റ്റ് ചെയ്ത നെറ്റിലെ ഫോട്ടോസ് മനോഹര. സാറ് ഇരുന്നാട്ടെ. സാറിനെ പോലെ ഒരുപാട് ആളുകൾ പുകഴ്ച പറയാനുണ്ട്. സാറിന് ഒരു ചായ മേടിച്ചു കൊടുക്കടാ. വരട്ടെ പോവാൻ വരട്ടെ. ഞാൻ മാത്രം ചായ കുടിച്ചിട്ട് കാര്യമില്ല. സാറിന്റെ ബ്രാൻഡ് അറിയാതെ ചോദിച്ചു പോയതാണ് സാർ. ഏതായാലും ഒരു വടിക്ക് രണ്ടു പക്ഷി. ദിവസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച സംഘം, മയക്കുമരുന്ന് വ്യാപാരത്തിലെ പ്രധാന കണ്ണികൾ. ഏതായാലും നിങ്ങൾ നെറ്റിൽ ഫോട്ടോ ഇട്ടത് ഞങ്ങൾക്ക് വളരെ എളുപ്പമായി. ഞാൻ അപ്പോഴേ പറഞ്ഞാണ്. ഇപ്പൊ എന്തായി? നീയാണോ ഇവിടെ നേതാവ്? എവിടെ ആ പെൺകുട്ടി? അല്ലോ സാർ, എനിക്കറിയില്ല സാർ. അല്ലല്ല, ബോസിനറിയാം. ആ പെണ്ണ് ബോസിനോട് പറഞ്ഞിട്ടില്ലേ താമസ സ്ഥലം? നിനക്കറിയാം. എവിടെ പെൺകുട്ടി? ഞാൻ പറയാം സാർ. ദേവു, വിഷയം കുറച്ച് സീരിയസ് ആണ്. മേജറിന് പെട്ടെന്ന് ചില മാറ്റങ്ങൾ കാണുന്നു. ശരീരം ഒന്നുമില്ല, ശരീരം ഒന്ന് കുഴഞ്ഞു പോകുന്ന പോലത്തെ ഒരു അവസ്ഥ. എന്താണ് കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഒരു അലോപ്പതി ഡോക്ടറെ സേവനം തേടിയിരിക്കുക. ദേവയാനെ അറിയിക്കാനും കൂടെ കൊണ്ടുവരാനൊക്കെ ഞാൻ പറഞ്ഞതാ. പക്ഷേ ദേവുവിന് വിവരം അറിയിക്കേണ്ടെന്ന് മേജർ തറപ്പിച്ചു പറഞ്ഞു. എങ്കിലും വിവരം അറിയിക്കേണ്ടത് എന്റെ കടമയല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്താ ദേവു, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? സജി, മേജറിന്റെ കാര്യം ഒരു അല്പം സീരിയസാ. ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു അലോപ്പതി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ വിവരം എന്നെ അറിയിക്കണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതായും ഡോക്ടർ എന്നെ വിളിച്ചപ്പോ പറഞ്ഞു. അപ്പോ എന്ന് പറഞ്ഞാ മേജർ എന്ന് തിരിച്ചു വരില്ല? അതെ. അതെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരുമോ വേഗം? ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, ചെല്. ഗായത്രി, പിന്നെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ കാര്യത്തിലൊരു വ്യക്തമായിട്ടുള്ള തീരുമാനമായിട്ട് ഞാൻ രാവിലെ അങ്ങ് എത്തും. ഓക്കെ, നീ കിടന്നു. ശരി. സജി വീട്ടിലേക്ക് പോവാണോ? ഈ രാത്രി ഇതാണ് എൻ്റെ വീട്. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രം. ഇപ്പോൾ ഭേദമായി തോന്നുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഇഞ്ചക്ഷനും മെഡിസിനും റിയാക്ട് ചെയ്യുന്നുണ്ട്. രാത്രി വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ. രാത്രി വല്ല പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പഠിക്കരുതേ. ഡോക്ടറും ഉണ്ട്, നഴ്സും ഉണ്ട്. നമുക്ക് വേണ്ടത് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഇനി രാവിലെ നോക്കാം. ഓക്കെ. മേജർ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓക്കെ ഓക്കെ, ശരി. ഐ ലവ് യു ദേവു. എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും എന്നെ വിശ്വസിക്കാം. നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോവാം. ഇണക്കുരുവികളെ പോലെ പറന്ന് 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 ദൂരെ ദൂരെ ദൂരേക്ക് പോവാം. ഈ സമയത്താണോ ദേവു ഫോണൊക്കെ എടുക്കുന്നത്? ചുമ്മാ. ഇത്ര മനോഹരമായ സമയത്ത് ആരെ ഈ ശല്യപ്പെടുത്താൻ വരുന്നത്?
എവിടേക്കാ സാറിനെ കൊണ്ടുവന്ന്? നിനക്ക് സജിയെ കാണണ്ടേ? അതെ, അതിന് പക്ഷെ സജി അവന്റെ വീട്ടിലേക്ക് പോയതാണല്ലോ. എന്ന് നീ വിശ്വസിക്കുന്നുണ്ടാവും. അവനിപ്പോ എവിടെയാണെന്ന് നിനക്ക് നേരിൽ കണ്ട് ബോധ്യപ്പെടാം. അതിനാണ് നിന്നെ ഇപ്പൊ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. പറഞ്ഞിട്ടെന്ത് കാര്യമല്ലേ? ആരണോ ആ സമയത്ത് ആ കിളവഞ്ചത്തെ കാര്യം വല്ലവരും പറയാമെന്നായിരിക്കും. ഞാൻ പോയി നോക്കിയിട്ട് വരാടി എന്റെ തീകുട്ടി. സജി, ആരാ വന്നത്? കാണ് കാണ്, കൺകുളിർക്ക കാണ്. നിന്റെ പ്രിയപ്പെട്ട കാമുകൻ ഇതാ നിൽക്കുന്നു. കാണ്. നിന്റെ കൺമുമ്പിൽ വെച്ച് വേണം എനിക്കിവനെ വകവരുത്താൻ. നിന്നെ സാക്ഷിയാക്കി. നീ എന്നെ ചതിച്ചുവല്ലേ? സജി, സജി വേണ്ട. സജി, സജി വേണ്ട. സജി, സജി. സജി വേണ്ട. എന്നെ കൊല്ലണമല്ലേ? നീ ഇന്ന് തീരും. നീ ഇന്ന് തീരും. സജി വേണ്ട, വേണ്ട. നാളെ ലോകം അറിയാൻ പോകുന്ന എന്താണെന്ന് ഞാൻ പറയാം. മേജർ ദേവയാനിയെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം അയാൾ അവളുടെ ശരീരം കാറിലെടുത്തിട്ട് കാർ ഓടിച്ചു പോയി. ചുരത്തിൽ നിന്ന് താഴെ വണ്ടി കൊക്കയിലേക്ക് ചാടിച്ച് ആത്മഹത്യ ചെയ്തു. ഇതാണ് നിനക്കറിയാവുന്ന കാര്യം. മനസ്സിലായോടെ? മാറി. പ്ലീസ് എന്നെ രക്ഷിക്കണം. സാർ എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇതാ അവരുടെ വണ്ടിയാ. അവൻ തന്നെയാ വണ്ടി ഓടിക്കുന്നത്. സജി. സജി ജോസഫ് അല്ലേ? അതെ. ഇറങ്ങടാ. ഇറങ്ങ. Take him. വേഗം. വണ്ടി ഹോസ്പിറ്റലിലേക്ക് എടുക്ക്. അത് പറഞ്ഞപ്പോഴാ പെട്ടെന്ന് കൈപൊക്കിയത്. അത് കിട്ടിയപ്പോഴേ. അല്ല, എല്ലാരും കൂടി ഓരോ ഗ്ലാസ് ചായ എടുക്കട്ടെ. വേണ്ട വേണ്ട വേണ്ട, ചായ ഒന്നും വേണ്ട. വേണ്ട വേണ്ട. ഇന്ന് സന്തോഷമുള്ള ദിവസം. അതെ. പിന്നെ നിങ്ങൾ ആ കുട്ടിയോടും ചോദിക്കാനും പറയാനും പോണ്ട. അവക്കൊരു തെറ്റ് പറ്റി.
അത് തിരിച്ചറിഞ്ഞപ്പോൾ അവള് ചേട്ടന്റെ കൂടെ തിരിച്ചു വരികയും ചെയ്തു. അത്ര കണക്കാക്കിയാ മതി. ഞാനങ്ങോട്ട് വിഷ്ണു, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എന്നെ വിശ്വസിക്കണം. എൻ്റെ പെങ്ങൾക്കൊരു തെറ്റുപറ്റി. പക്ഷേ അവളുടെ ജീവിതവും മാനവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അവൾ പരിശുദ്ധയാണ്. എനിക്ക് ഗായത്രി ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഞാൻ വിളിക്കാം. അമ്മേ, എന്താ മോനെ? അമ്മേ, വിഷ്ണുവിന് ഗായത്രി ഒന്ന് കാണണമെന്ന് പറയുന്നു. വിഷ്ണു കാണണമെന്ന് പറഞ്ഞു. അവളെ ഒന്ന് വിളിച്ചോണ്ട് വാ. ഗായത്രി മോളെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ PSC ടെസ്റ്റ് എഴുതിയിരുന്ന കാര്യം. സെലക്ഷൻ കിട്ടി. കുറച്ച് ദൂരെയാ. ഉടനെ ജോയിൻ ചെയ്യണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അടുത്ത ആഴ്ച ഞാൻ വീട്ടുകാരെയും കൂട്ടി പെണ്ണന്വേഷിക്കാൻ വന്നോട്ടെ? സി മേജർ ശ്രീ, സർക്കാരിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഹൗ ഡു യു ഫീൽ നൗ? തീർച്ചയായും നമ്മുടെ റിക്വസ്റ്റ് പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ സൂപ്പർ. കം. വയസ്സുകാലത്തൊരു പ്രണയം, അതിൻ്റെ ഒരു ട്രാജിക് എൻഡ്. എന്തിനായിരുന്നടോ ഇതൊക്കെ? ആ കുട്ടി എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. പിന്നെ ചാപ്റ്റർ ക്ലോസ്ഡ്. ഇനി അതിനെപ്പറ്റി ആലോചിച്ച് വിലാപകാവ്യം ഒന്നും എഴുതണ്ട. ലുക്ക്, എനിക്ക് എൻ്റെ ഫാമിലിയെ കുറിച്ച് വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ദേ ആർ വെൽ സെറ്റിൽഡ്. ഐ എം ഫ്രീ നൗ ആൻഡ് യു ആർ ഓൾസോ ഫ്രീ നൗ. യെസ്. ഇനി നമ്മുടെ രണ്ടുപേരുടെയും ഫാമിലി എന്ന് പറയുന്നത് ഈ രാജ്യവും ഇവിടുത്തെ 130 കോടി ജനങ്ങളുമാണ്. ഐ അഗ്രി വിത്ത് യു. എടോ, വീടിന്റെ മുന്നിലും പിന്നിലും കള്ളന്മാർ പാത്തും പതുങ്ങിയിരിക്കുമ്പോൾ എങ്ങനെയാടോ ആ വീട്ടിൽ നമുക്കൊക്കെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്? ദൈവസന്നിധി പോകാൻ വേണ്ടി മരണം വരിക്കാൻ കാത്തിരിക്കുന്നവരാണവർ, ഭ്രാന്തന്മാർ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഈ മണ്ണിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ. യെസ് സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. നല്ല ചൂടോടെ ഒരു കപ്പ് ചായ ഇപ്പൊ ശരിയാക്കി തരാടോ. താനിരിക്കേ. നന്നായിട്ട്. ഓൾ ദി ബെസ്റ്റ്. ഇദ്ദേഹം എൻ്റെ കൂടെ സർവീസിലുണ്ടായിരുന്ന ആളാ, കേണൽ രവി സാർ. നമസ്കാരം. നമസ്കാരം സർ. നിങ്ങളുടെ കഥ മുഴുവൻ കേട്ടു. നല്ല കഥ, നല്ല പര്യവസാനം. നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ് ഇവിടം വരെ വന്നത്. ഈ നേരത്തെ എന്നെ കാണാൻ സാധിച്ചതിൽ കണ്ണിനും മനസ്സിനും വലിയ സന്തോഷം. സർ പോവാണോ? അതെ, ഇനിയുള്ള എൻ്റെ സ്നേഹവും പ്രണയവുമെല്ലാം ഈ രാജ്യത്തോടാണ്. ഇനിയുള്ള നിങ്ങളുടെ ജീവിത സുരക്ഷ ഞങ്ങളുടെയും കൂടെ കൈകളിലാണ്. ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ ഞങ്ങൾ വീണ്ടും യാത്രയാവുകയാണ്. കമാൺ. സാർ, നാടിനു വേണ്ടി അതിർത്തിയിലേക്ക് തിരിച്ചു പോകുന്നെന്ന് അറിഞ്ഞു. ഞങ്ങൾക്കും കൂടി ഇതിൽ എന്തെങ്കിലും പങ്കാളിത്തം വഹിക്കാൻ പറ്റുമോ സാർ? നിങ്ങളുടെ സന്മനസ്സിനും ഈ ആവശ്യത്തിനും വളരെ നന്ദി. ഓക്കെ, സീ യു. ഗുഡ് ലക്ക്.